Morning, sir. Good morning, sir. Good morning. അപ്പോൾ നമുക്ക് ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഇൻഡെക്സുകളാണ് അല്ലേ. ഇൻഡെക്സിന്റെ ഒപ്പം തന്നെ നമുക്ക് ETF എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കാൻ പറ്റും, ഒരുമിച്ച് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. യെസ്, വരട്ടെ. അപ്പോൾ ഇൻഡെക്സുകൾ, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പല ന്യൂസുകളും അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്കൊക്കെ നമ്മൾ വരുന്നതിന് മുമ്പേ പത്രത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന സാധനമാണ് നിഫ്റ്റി വീണു അല്ലെങ്കിൽ സെൻസെക്സ് വീണു, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ മൂവ്മെന്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയാ ഒരു ന്യൂസുകളിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സാധനമാണ് അല്ലെ. നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുന്ന ഒരു സാധനമാണ്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നതിന്റെ മുമ്പേ തന്നെ മിക്കവാറും ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു സാധനമാണ് ഈ നിഫ്റ്റി, സെൻസെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സുകളെ പറ്റി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇൻഡെക്സിന്റെ ഒപ്പം തന്നെ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു സാധനമാണ് ETF എന്ന് പറയുന്നത്. ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഇന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, നമുക്ക് പ്രധാനമായിട്ട് സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് എക്സ്ചേഞ്ചുകളുണ്ട്. ഒന്ന് NSE എന്ന് പറയുന്നത് നമ്മളുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും, രണ്ട് BSE എന്ന് പറയുന്നത് നമ്മളുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഇവിടെ ഏകദേശം 2000-ഓളം കമ്പനികൾ, 2000-ൽ കൂടുതൽ കമ്പനികൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് NSEയിൽ. BSEയിലാണെങ്കിൽ 5000-ന്റെ മുകളിൽ കമ്പനികൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും കമ്പനികളിൽ ഓരോ ദിവസവും പല തരത്തിലുള്ള മൂവ്മെന്റ് വരുന്നുണ്ടാവും. കുറെ സ്റ്റോക്കുകൾ മുകളിലോട്ട് പോകുന്നുണ്ടാവും, കുറെ സ്റ്റോക്കുകൾ താഴോട്ട് വരുന്നുണ്ടാവും, കുറെ സ്റ്റോക്കുകൾ ഒരു മൂവ്മെന്റും ഇല്ലാതെ നിൽക്കുന്നതുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളുടെ മൂവ്മെന്റ് ആ ഒരു ദിവസം ആ ഒരു എക്സ്ചേഞ്ചിൽ ജനറൽ ആയിട്ട് എന്ത് ചേഞ്ചസ് ആണ് സ്റ്റോക്കുകളിൽ വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ആക്ച്വലി ഇൻഡെക്സുകൾ എന്ന് പറഞ്ഞ ടൂള്. അപ്പോൾ ഈ ഇൻഡെക്സുകൾ എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് നിഫ്റ്റി 50 എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് ഉണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50 എന്ന് പറഞ്ഞ ഇൻഡെക്സ്. അപ്പോൾ ഈ ഇൻഡെക്സിൽ നിഫ്റ്റി 50 എന്ന് പറഞ്ഞ ഇൻഡെക്സിനെ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കപ്പെട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ലേ. നിഫ്റ്റി എന്ന് പറയുന്നത് NSEയിലുള്ളതാണ്. BSEയിലുള്ള നിഫ്റ്റിനെ പോലെയുള്ള സെയിം ഇത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസെക്സ് ആണ് വരുന്നത്. അപ്പൊ നിഫ്റ്റി 50 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ NSEയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 2000-ത്തിലധികം കമ്പനികളിൽ നിന്നും ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന, അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടല്ലോ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, അതിന്റെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ട് സ്റ്റോക്കുകൾ അവർ കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം അതിൽ പ്രധാനപ്പെട്ട 50 സ്റ്റോക്കുകൾ എടുത്തിട്ട് ആ 50 സ്റ്റോക്കുകളുടെ മൂവ്മെന്റിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് ആ 50 സ്റ്റോക്കുകളുടെ മൂവ്മെന്റിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് ഒരു സൂചിക ഉണ്ടാക്കിയേക്കുന്നതാണ് നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിഫ്റ്റി 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 സ്റ്റോക്കുകളുടെ മൂവ്മെന്റിന് ആധാരമായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സൂചികയാണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. ഇനി ആ 50 സ്റ്റോക്കുകൾ ഏതാണെന്നുള്ളതിലേക്കൊക്കെ നമുക്ക് വരാം. എന്താണ് ഈ ഇൻഡെക്സിന്റെ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ എന്തിനാണ് ഇൻഡെക്സ് കോമൺലി യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഒരു പ്രധാനപ്പെട്ട യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മാർക്കറ്റിന്റെ ഒരു ജനറൽ സ്വഭാവം എന്താണ്, ഇൻഡെക്സുകൾ ഉണ്ടാക്കിയേക്കുന്നതിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് മാർക്കറ്റിന്റെ ജനറൽ ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ എന്ത് സ്വഭാവത്തിലാണ് മാർക്കറ്റ് പോകുന്നത്, മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടാണോ പോകുന്നത്, മാർക്കറ്റ് ബെയറിഷ് ആയിട്ടാണോ പോകുന്നത്, മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ടാണോ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഈ ഒരു ഇൻഡെക്സ് കൊണ്ടുള്ള നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ,
മാർക്കറ്റ് ഈ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഡെക്സുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്താണെന്നുള്ളതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ ETF ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഇൻഡെക്സുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സിന്റെ യൂസേജസ് എന്ന് പറയുന്നത്, യൂസ് കേസസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ മാർക്കറ്റിന്റെ ഒരു ജനറൽ സ്വഭാവം എന്താണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇൻഡെക്സുകൾ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഇൻഡെക്സുകൾ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻഡെക്സുകൾ ഉണ്ട്. ഒന്ന് ബ്രോഡ് ബേസ്ഡ് ഇൻഡെക്സ്, ബ്രോഡ് മാർക്കറ്റ് ബേസ്ഡ് ഇൻഡെക്സുകൾ എന്ന് പറയും. രണ്ടാമത്തത് സെക്ടറൽ ഇൻഡെക്സസ് എന്ന് പറയും, സെക്ടറൽ ഇൻഡെക്സുകൾ എന്ന് പറയും. മൂന്നാമത്തത് തീമാറ്റിക് ഇൻഡെക്സുകൾ എന്ന് പറഞ്ഞിട്ട് 2-3 തരത്തിൽ. ഇതാണ് പ്രധാനപ്പെട്ട 3 തരത്തിലുള്ളത്. ഇതല്ലാത്തതും ബാക്കി വരുന്നത് നമുക്ക് നിഫ്റ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതായത് ഇൻഡെക്സുകളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് ഞാൻ അതിൽ ബാക്കി വരുന്നതും കൂടെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത രീതിയിൽ അല്ലെങ്കിൽ നിശ്ചിത സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കമ്പനി അല്ലാതെ എല്ലാ കമ്പനികളെയും ഉൾപ്പെടുന്ന തരത്തിലുള്ള ഇൻഡെക്സുകളാണ് എന്ത് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകൾ. ഇതിൻ്റെ അകത്ത് IT സെക്ടറിലുള്ള കമ്പനി ഉണ്ടാവും, ബാങ്ക് സെക്ടറിലുള്ള കമ്പനി ഉണ്ടാവും, അതേപോലെ റിയാലിറ്റി സെക്ടറിലുള്ള കമ്പനി ഉണ്ടാവും, FMCG സെക്ടറിലുള്ള കമ്പനി ഉണ്ടാവും, ഇനി പിന്നെ ഓട്ടോ സെക്ടറിലുള്ള കമ്പനികൾ ഉണ്ടാവും. അങ്ങനെ ഒരു സെക്ടർ വൈസ് അല്ലാതെ ഏത് സെക്ടറിൽ നിന്നുള്ള കമ്പനി ആണെങ്കിലും അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ചിട്ട് വരുന്ന രീതിയിലായിരിക്കും ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകൾ വരുന്നുണ്ടാവുക. ഇനി സെക്ടറൽ ഇൻഡെക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിശ്ചിത സെക്ടറുകൾ, ഇപ്പൊ നിഫ്റ്റി IT എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞിട്ട്, ബാങ്ക് നിഫ്റ്റിയാണ് ഒരു സെക്ടറൽ ഇൻഡെക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ടറൽ ഇൻഡെക്സ് നമുക്കറിയാം. ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സുകൾ ഉണ്ടാവും. തീമാറ്റിക് ഇൻഡെക്സുകളുടെ അല്ലെങ്കിൽ തീമാറ്റിക് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഇൻഡെക്സിന്റെ നമുക്ക് നിഫ്റ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഇൻഡെക്സുകളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് NSEയുടെ ഇൻഡെക്സുകളാണെങ്കിൽ ആ ഇൻഡെക്സുകളെ പറ്റി എല്ലാം ഉള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിഫ്റ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിഫ്റ്റി ഇൻഡിസസ് ആയിരുന്നു, NSE ഇൻഡിസസ് ആയിരുന്നു, ഞാൻ നോക്കട്ടെ. അതെങ്ങനെ എടുക്കാന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഗൂഗിൾ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ നിഫ്റ്റി ഇൻഡിസസ് എന്ന് സെർച്ച് ചെയ്ത് നോക്കാണ്. നിഫ്റ്റി ഇൻഡിസസ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിഫ്റ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് കാണാം. ഈ വെബ്സൈറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ NSEയിലുള്ള എല്ലാ ഇൻഡെക്സുകളുടെയും ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നോക്കാം. ഇവിടെ ഇൻഡിസസ് എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ബ്രോഡ് ബേസ്ഡ് ഇൻഡിസസ്. അതാണ് നമ്മൾ പറഞ്ഞ മാർക്കറ്റിന്റെ അകത്ത് പിന്നെ ഒരു പ്രത്യേക സെക്ടറിന് പ്രാതിനിധ്യം കൊടുക്കാതെ എല്ലാ സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കുകളും വരാവുന്ന രീതിയിലുള്ള ഇൻഡെക്സുകളാണ് എന്ത് ബ്രോഡ് ബേസ്ഡ് ഇൻഡിസസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സെക്ടറൽ ഇൻഡിസസ് ആണ്. സെക്ടറൽ ഇൻഡിസസിൽ നിങ്ങൾ കണ്ടോ, നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് 25, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് എക്സ് ബാങ്ക്, നിഫ്റ്റി FMCG, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ, ഫാർമ, പ്രൈവറ്റ് ബാങ്ക്, PSU ബാങ്ക്, റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സ്, മിഡ് സ്മോൾ ഫിനാൻഷ്യൽ സർവീസ്, സ്മോൾ ഹെൽത്ത് കെയർ, മിഡ് സ്മോൾ IT ആൻഡ് ടെലികോം. അപ്പോൾ അതായത് ഈ ഓരോ സെക്ടറിലെ കണക്കാക്കി ആ സെക്ടറിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ എടുത്തിട്ട് ഇൻഡെക്സ് ഉണ്ടാക്കുന്നു. ഇതുകൊണ്ട് എന്താ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നത്? ആ ഒരു സെക്ടർ ഏത് രീതിയിലാണ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് മാർക്കറ്റിൽ ആ ഒരു സെക്ടേഴ്സ് പെർഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സെക്ടറൽ ഇൻഡിസസ് വഴി നമുക്ക് സാധിക്കും. അടുത്ത ഒന്നാണ് തീമാറ്റിക് ഇൻഡിസസ് എന്ന് പറയുന്നത്. ഒരു സ്പെഷ്യൽ തീം ഉപയോഗിച്ചിട്ട്, ഒരു സ്പെഷ്യൽ തീം വെച്ചിട്ട് ആ ഒരു തീമിൽ വരുന്ന കമ്പനികളെ ലിസ്റ്റ് ചെയ്ത് ആ കമ്പനികളെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സൂചികകളാണ് തീമാറ്റിക് ഇൻഡിസസ് എന്ന് പറയുന്നത്. അതിലൊന്ന് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, നിഫ്റ്റി ആദിത്യ ബിർള ഗ്രൂപ്പ്. ഈ ഇൻഡിസസ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിത്യ ബിർള ഗ്രൂപ്പ് എന്ന് പറഞ്ഞ കമ്പനികളെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇൻഡെക്സ് ആണ് നിഫ്റ്റി ആദിത്യ ബിർള ഇൻഡിസസ്. കൊമോഡിറ്റീസ് എന്ന് പറയുന്നത് കമോഡിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്നു. കോർ ഹൗസിംഗ്, CPSE, എനർജി, ഹൗസിംഗ്, ESG, എൻഹാൻസ്ഡ് ESG സെക്ടർ ലീഡേഴ്സ്, ഇന്ത്യ കൺസപ്ഷൻ, ഇന്ത്യ ഡിഫൻസ്, ഇന്ത്യ ഡിജിറ്റൽ, ഇന്ത്യ മാനുഫാക്ചറിംഗ്, നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ, മഹീന്ദ്ര ഗ്രൂപ്പ്, പിന്നെ
മിഡ് ക്യാപ് ലിക്വിഡ്, മിഡ് സ്മോൾ ഇന്ത്യ കൺസപ്ഷൻ, MNC, മൊബിലിറ്റി, എമർജ്, ഷെരിയ ഇൻഡെക്സ്, ലിക്വിഡിറ്റി, ടാറ്റ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സ്, അതായത് ടാറ്റ ഗ്രൂപ്പിന്റെ കമ്പനികൾ മാത്രം വരുന്ന PSC, അങ്ങനെ ഈ രീതിയിൽ ഒരു സ്പെഷ്യൽ തീം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇൻഡിസസ് ആണ് എന്ത്, തീമാറ്റിക് ഇൻഡിസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്ട്രാറ്റജി ഇൻഡിസസ് ആണ്. ഇത് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നതല്ല, പൊതുവെ ഫണ്ട് ഹൗസസ് അവരുടെ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈക്വൽ വെയിറ്റ്, ലോ വോളറ്റൈലിറ്റി, ആർബിട്രേജ്, ഫ്യൂച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്ട്രാറ്റജി ഇൻഡിസസ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് അധികം ആവശ്യം വരുന്ന ഒരു കാര്യമല്ല, പക്ഷെ ഇങ്ങനെയും നിഫ്റ്റി ഇൻഡെക്സസിന് എന്തുണ്ട്, ഒരു കാറ്റഗറി ഉണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിഫ്റ്റി 50 എന്താണെന്ന് നോക്കണം, നിഫ്റ്റി നെക്സ്റ്റ് 50 എന്താണെന്നുള്ളത് നോക്കാം. കാരണം നമുക്ക് ഈ 26-ാം തീയതിക്ക് ശേഷം പുതുതായിട്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡിസസ് ആണ് എന്ത്, നിഫ്റ്റി നെക്സ്റ്റ് 50. ഇതിന് തന്നെയാണ് നിഫ്റ്റി ജൂനിയർ എന്ന് പറയാം. 50 കമ്പനികൾ, നിഫ്റ്റിയുടെ അകത്ത് പ്രധാനപ്പെട്ട 50 കമ്പനികൾ വരുന്ന സമയത്ത് ബാക്കി അതിന്റെ തൊട്ട് താഴെയുള്ള 50 കമ്പനികൾ എടുത്തിട്ടാണ് നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നിഫ്റ്റിയിൽ ഇതിവിടെ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിലും ബ്രോഡ് ബേസ്ഡിൽ നമ്മൾ വേറൊന്നും ട്രേഡ് ചെയ്യുന്നില്ല. പിന്നെ സെക്ടറൽ ബേസിൽ നോക്കുമ്പോൾ നിഫ്റ്റി ബാങ്ക് നമ്മൾ ട്രേഡിന് യൂസ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ സർവീസ് നമ്മൾ ട്രേഡിന് യൂസ് ചെയ്യുന്നുണ്ട്. ആ ബ്രോഡ് ബേസ്ഡിൽ ഒന്നുകൂടെ നമ്മൾ ട്രേഡിന് യൂസ് ചെയ്യുന്നുണ്ട്, അത് നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്ട് ആണ്. അതിൽ മൾട്ടിപ്പിൾ സെക്ടേഴ്സ് എന്നുള്ള സ്റ്റോക്കുകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ട്രേഡ് ചെയ്യപ്പെടുന്ന നമ്മളുടെ ഇൻസ്ട്രുമെന്റിനെയൊക്കെ നമുക്കൊന്ന് കാര്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇനി ഞാൻ നിഫ്റ്റി 50 എന്ന് പറഞ്ഞ ആ ഒരു ഇൻഡെക്സിന്റെ ഡീറ്റെയിലിന്റെ അകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ ഞാൻ നിഫ്റ്റി 50 ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി 50 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഡെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു പേജിന്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ദിവസത്തെ ആ കഴിഞ്ഞ ദിവസം മൂവ് ചെയ്തേക്കുന്ന ചാർട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്ക് പ്രത്യേകിച്ച് നോക്കാമെന്നില്ല, കാരണം നിഫ്റ്റി നമ്മളെപ്പോഴും ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട്. ഇനി ഇതിന്റെ ഒരു സെക്ടറൽ കോൺസ്റ്റിറ്റ്യുവൻസ് അല്ലെങ്കിൽ സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് ഇതിന്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. നിഫ്റ്റി 50-ൽ 33% വെയിറ്റേജും വരുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വെയിറ്റേജ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നിഫ്റ്റി 50-ൽ 50 സ്റ്റോക്ക് ഉണ്ടെങ്കിലും ആ 50 സ്റ്റോക്കിനും ഒരേ വെയിറ്റേജ് അല്ല കൊടുത്തിട്ടുള്ളത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുതലുള്ള കമ്പനികൾക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് ക്യാപ്പ് കുറവായിട്ടുള്ള കമ്പനികളാണെങ്കിൽ കുറഞ്ഞ വെയിറ്റേജ് മാത്രമേ ഉള്ളൂ. അത് അടുത്ത എന്താ പറയുക, നിഫ്റ്റിയുടെ ഒരു ഇൻഡെക്സോഗ്രാം എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ എടുക്കും. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ സ്റ്റോക്കിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് പിന്നെ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇനി ബ്രോഡ് ബേസ്ഡ് ഇൻഡിസസ് ആണ് നിഫ്റ്റി എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഓരോ സെക്ടറിനും എത്രത്തോളം പ്രാതിനിധ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഫിനാൻഷ്യൽ സർവീസസിനാണ് 33.53% നിഫ്റ്റിയുടെ അകത്ത് വെയിറ്റേജ് വരുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി 13% ഉണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസിന് 12.8%. ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളെ 7.5% നിഫ്റ്റിയുടെ വെയിറ്റേജ് കാണിക്കുന്നത്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്, FMCG എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികൾ ഉണ്ടല്ലോ, നെസ്ലെ ഇന്ത്യ, ITC, ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലെയുള്ള കമ്പനികൾ, അങ്ങനെയുള്ള കമ്പനികൾ വരുന്ന കാറ്റഗറിയിൽ പെട്ടതാണ് ഈ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. അതിന് 8% നമുക്ക് നിഫ്റ്റിയുടെ അകത്ത് ഉള്ള വെയിറ്റേജ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള കമ്പനികൾക്ക് 4.5%, മെറ്റൽ ആൻഡ് മൈനിങ് 3.79, പവർ സെക്ടറിൽ 2.29, കൺസ്യൂമർ ഡ്യൂറബിൾസ് 2.92, ടെലികമ്മ്യൂണിക്കേഷൻ 3.25, ഹെൽത്ത് കെയർ 4.45, കൺസ്ട്രക്ഷൻ ആൻഡ് മെറ്റീരിയൽ സർവീസസ് 1%. അപ്പോൾ ഈ രീതിയിലാണ് സെക്ടേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്തിൻ്റെ അകത്ത് വരുന്നത്, നിഫ്റ്റിയുടെ അകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് എടുത്ത് നോക്കണമെങ്കിൽ, ഓരോ കമ്പനികളും ഏത് രീതിയിലൊക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്ന സാധനം. ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ ഫാക്ട് ഷീറ്റ് ഉണ്ട്, ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, മെത്തഡോളജി ഉണ്ട്, അത് കൂടാതെ ഇതിന്റെ ഒരു റിസർച്ച് പേപ്പേഴ്സും സാധനങ്ങളും ഓരോന്നും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് എടുത്തിട്ട് വായിച്ചു നോക്കാം.
നമുക്ക് അത്രത്തോളം ആവശ്യം വരുന്നില്ല. എന്നാലും ഞാൻ നിഫ്റ്റി ഇൻഡെക്സോഗ്രാം ആണ് ഞാൻ അടുത്തതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. നിഫ്റ്റി ഇൻഡെക്സോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു PDF ഫയലിന്റെ അകത്ത് ഓരോ ഇൻഡെക്സിനും ഇതേപോലത്തെ ഒരു ഇൻഡെക്സോഗ്രാം ഇതിന്റെ അകത്ത് NSE ഇൻഡിസസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിന്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ ഇൻഡെക്സിനെ പറ്റി ഒരു ഷോർട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇൻഡെക്സോഗ്രാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ദ നിഫ്റ്റി 50 ഇൻഡിസസ് ഈസ് എ വെൽ ഡൈവേഴ്സിഫൈഡ് 50 കമ്പനീസ് ഇൻഡെക്സ് റിഫ്ലക്റ്റിംഗ് ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ. അതായത് ഈ 50 പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡെക്സിന്റെ യൂസേജ് എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഒരു ജനറൽ കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ 50 കമ്പനീസ് റിഫ്ലക്റ്റിംഗ് ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ, അതായത് മാർക്കറ്റിന്റെ ഒരു ജനറൽ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് ഫോം ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി 50 ഇൻഡെക്സ് ഈസ് കമ്പ്യൂട്ടഡ് യൂസിങ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അതാണ് ഈ നിഫ്റ്റി 50 ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തേക്കുന്ന മെത്തേഡ്. നിഫ്റ്റി 50 ക്യാൻ ബി യൂസ്ഡ് വെറൈറ്റി ഓഫ് പർപ്പസ് സച്ച് ആസ് ബെഞ്ച് മാർക്കിംഗ് ഫണ്ട് പോർട്ട്ഫോളിയോസ്, ലോഞ്ചിങ് ഇൻഡെക്സ് ഫണ്ട് ആൻഡ് ETF സ്ട്രക്ചേർഡ് പ്രൊഡക്ട്സ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിഫ്റ്റി 50 യൂസ് ചെയ്യുന്നുണ്ട്. ഫണ്ടിന്റെ പോർട്ട്ഫോളിയോസിന് ബെഞ്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ ഒക്കെ യൂസ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾക്കൊക്കെയുള്ള പലതരത്തിലുള്ള യൂസുകൾക്കാണ് ഈ ഒരു നിഫ്റ്റി 50 യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവരിവിടെ പറഞ്ഞേക്കുന്നത്. ഇൻഡെക്സ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി 50ന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് പറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുക, ആ ഒരു ഇൻഡെക്സ് ഫണ്ട് അല്ലെങ്കിൽ ETF പോലുള്ള സാധനങ്ങളെ പറ്റി ഞാൻ പറയാം. ഇൻഡെക്സ് വേരിയന്റ് നിഫ്റ്റി 50 USD, നിഫ്റ്റി 50 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ്, നിഫ്റ്റി 50 ഡിവിഡൻഡ് പോയിന്റ് ഇൻഡെക്സ്, അങ്ങനെയുള്ള കുറച്ച് വേരിയൻസും ഇതിന്റെ അകത്ത് ഉണ്ട് നിഫ്റ്റിയിൽ. ഇനി ഈ ഒരു ഭാഗമാണ്, ഇതിന്റെ താഴെയുള്ള ഈ ഒരു ഭാഗമാണ് നമുക്ക് എന്തുള്ളത്, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഈ ഒരു ഭാഗം. ഇത് നോക്കാം, ഇതാണ് നിഫ്റ്റി 50യിലുള്ള എല്ലാ കമ്പനികളുടെയും ലിസ്റ്റ് ഈ ഒരു ഇതിന്റെ അകത്ത് കൊടുത്തിട്ടില്ല. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഏതൊക്കെ സ്റ്റോക്കുകൾ നിഫ്റ്റി 50യിൽ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഈ ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു പിന്നെ എക്സൽ ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ എക്സൽ ഫയൽ ഇത് ഇപ്പുറത്ത് ആണ് ഓപ്പൺ ആയത്. എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ വേറെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഇതിന്റെ അകത്ത് എക്സൽ വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ഇത് ഏതൊക്കെ സ്റ്റോക്കുകളാണ് വേണമെന്നുള്ളത് എന്നുള്ളതൊന്ന് അറിയണമെങ്കിൽ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. 50 സ്റ്റോക്കുകൾ. ഇനി ഇതൊന്നുമില്ല നിഫ്റ്റി 50യിൽ ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നിഫ്റ്റി 50 സ്റ്റോക്സ് ലിസ്റ്റ് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇതിന്റെ അകത്തുള്ള ഏതെങ്കിലും മണി കൺട്രോളിന്റെ അകത്തുണ്ട്, അതിന്റെ അകത്തുള്ള 50 സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കണ്ടോ, ഇതാണ് 50 സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നിഫ്റ്റി 50യുടെ അകത്ത്. ഇത് പക്ഷെ 50 ഇല്ലല്ലോ, 50 ഉണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 50 ഉണ്ടെന്നു. 50 ഇല്ല, 50 ഇല്ല, കാരണം ഇതിൽ താഴോട്ടുള്ള സ്റ്റോക്കുകളില്ല. അപ്പൊ നമുക്ക് അടുത്ത റിസൾട്ട് പോയി നോക്കാം. നിഫ്റ്റി 50 സ്റ്റോക്ക് ലിസ്റ്റ്, ഇതിന്റെ അകത്ത് 50 ഇല്ല അല്ലേ? ഇതിന്റെ അകത്ത് 50 ഉണ്ട്. ഏഷ്യൻ പെയിന്റ്സ് മുതൽ അൾട്രാടെക് സിമെന്റ് വരെയുള്ള 50 സ്റ്റോക്ക് നമുക്ക് എന്തുണ്ട് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ബ്രോക്കർ അതിൽ കാണാൻ പറ്റുമോ സാർ? നിഫ്റ്റി 50യുടെ ഒരുവിധം ബ്രോക്കറിന്റെ അകത്ത് നോക്കട്ടെ, ഇവിടെ അതിലുണ്ടാവും സ്റ്റോക്ക് കോമ്പോസിഷൻ. ചിലതിന്റെ അകത്ത് ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെവിടെയാ നിഫ്റ്റി 50 ചാർട്ട്? നിഫ്റ്റി 50 സ്റ്റോക്ക് കോമ്പോസിഷൻ ഇതാ കണ്ടോ, ഇതിന്റെ അകത്ത് നിഫ്റ്റി 50യുടെ 50 സ്റ്റോക്കുകളും കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മളുടെ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് ഇവിടെ കാണുന്ന നിഫ്റ്റിന്റെ മുകളിൽ മൗസ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോക്ക് കോമ്പോസിഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ അകത്തുണ്ട്. ബ്രോക്കറിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ദിവസത്തെ ഓപ്പണിങ്ങും ഹൈയും ലോയും ക്ലോസും 52 വീക്ക് ഹൈ എത്ര, 52 വീക്കിന്റെ ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തെ ഹൈ എത്രയാണ്, ഒരു വർഷത്തെ ലോ എത്രയാണെന്നൊക്കെ ഉള്ളത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. മാരുതിയൊക്കെ 12,996 എത്തിയില്ലേ, 6,000-7,000 രൂപയിലൊക്കെ നിന്ന സാധനം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നിഫ്റ്റി 50യുടെ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ഇതിന്റെ അകത്ത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 50 സ്റ്റോക്ക് ഉണ്ടെങ്കിലും എല്ലാ സ്റ്റോക്കിനും ഒരേ വെയിറ്റേജ് അല്ല നമുക്ക് നിഫ്റ്റി 50യിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ
ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDFC ബാങ്ക് ആണ്. 11% HDFC ബാങ്കിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. നേരത്തെ എന്ന് പറയുന്നത് റിലയൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക്. റിലയൻസ് 2ാം സ്ഥാനത്തേക്ക് പോയത് എങ്ങനെയാന്ന് വെച്ചാൽ റിലയൻസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് റിലയൻസ് ജിയോയും റിലയൻസും പറഞ്ഞ 2 കമ്പനിയായി മാറിയ ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, അത് രണ്ടും ആയ സമയത്താണ് റിലയൻസ് 2ാം സ്ഥാനത്തേക്ക് പോയത്. അതുവരെ റിലയൻസ് ആയിരുന്നു നിഫ്റ്റി 50യിലുള്ള ഏറ്റവും ടോപ്പ് വെയിറ്റേജ് ഉള്ള കമ്പനി. അപ്പോൾ ഇപ്പോൾ 11% HDFC ബാങ്കിനും 10% റിലയൻസിനാണുള്ളത്. അതുകൂടാതെ HDFCയിൽ വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് HDFC എന്ന് പറയുന്ന ഒരു കമ്പനിയും HDFC ബാങ്ക് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു കമ്പനിയായിരുന്നു. ഈ 2 കമ്പനിയും കൂടെ ഒന്നാക്കിയിട്ട് മെർജ് ചെയ്ത സമയത്തും ഈ HDFC ബാങ്കിന്റെ വെയിറ്റേജ് കൂടുകയാണ് ചെയ്തത്. അപ്പൊ HDFC ബാങ്കിനാണ് 11% വെയിറ്റേജ് നിഫ്റ്റി 50യിൽ, റിലയൻസ് ഇൻഡസ്ട്രീസിന് 10% വെയിറ്റേജ്, ICICI ബാങ്കിന് 7% വെയിറ്റേജ് ഉണ്ട്, ഇൻഫിക്ക് 5%, LNTക്ക് 4%, TCSന് 3%, ITCക്ക് 3%, ഭാരതി എയർടെലിന് 3%, ആക്സിസ് ബാങ്ക് 3%, SBIക്ക് 2.93%. അപ്പോൾ ഇത്രയാണ് ഈ സ്റ്റോക്കുകളുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് താഴെയുള്ള സ്റ്റോക്കുകൾ ഇതിപ്പോ 2, 4, 6, 8, 10 സ്റ്റോക്ക് ആയിട്ടേ ഉള്ളൂ. ബാക്കിയുള്ള 40 സ്റ്റോക്കുകളൊക്കെ ഈ വെയിറ്റേജിനേക്കാളും താഴെയുള്ള സ്റ്റോക്കുകളാണ് നിഫ്റ്റി 50യിലുള്ളത്. ഇനി ഈ വെയിറ്റേജ് നമുക്ക് അറിയുന്നതുകൊണ്ടുള്ള നമ്മളുടെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ HDFC ബാങ്കിൽ അല്ലെങ്കിൽ റിലയൻസിൽ ഇത് രണ്ടും ആണല്ലോ ഏറ്റവും ടോപ്പായിട്ട് വെയിറ്റേജ് നിൽക്കുന്ന കമ്പനികൾ. ഇത് രണ്ടിലും എന്തെങ്കിലും പ്രധാനപ്പെട്ട മൂവ്മെന്റുകൾ നടക്കുവാണെങ്കിൽ അത് അതേപോലെ നമ്മളുടെ നിഫ്റ്റി 50യിലകത്ത് റിഫ്ലക്ട് ചെയ്യും. കാരണം നിഫ്റ്റി 50യിൽ 50 സ്റ്റോക്ക് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന 2 ടീം എന്ന് പറയുന്നത് HDFCയും റിലയൻസും ആണ്. അതിന്റെ തൊട്ട് താഴെ ICICI ബാങ്കിൽ എന്തെങ്കിലും ഒരു മേജർ മൂവ്മെന്റ് ഉണ്ടായാലും ഒരു കുഞ്ഞു മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഉണ്ടാവും. ഇൻഫിയിൽ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടായാൽ അതിനനുസരിച്ച് ഒരു കുഞ്ഞു മൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ ഈ വെയിറ്റേജ് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള കമ്പനികളിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമ്മളുടെ നിഫ്റ്റി 50നെ ബാധിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ വെയിറ്റേജ് നോക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാര്യം. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു എല്ലാം വ്യത്യസ്തമായ വെയിറ്റേജുകളിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇതിന്റെ താഴെ 50 എണ്ണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 50 എണ്ണത്തിന് വ്യത്യസ്തമായ വെയിറ്റേജുകൾ ഉണ്ടാവും. ഇനി ഈ ഒരു സാധനം വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ETF-കൾ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകൾ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ 1 ലക്ഷം രൂപക്കാണ് ETF ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 ലക്ഷം ഒന്നും ആയിരിക്കില്ല, കോടിക്കണക്കിന് രൂപക്കായിരിക്കും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ആ 1 ലക്ഷം രൂപക്കാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിലുള്ള 11.07% ക്യാഷ് ഉപയോഗിച്ചിട്ട് അവരെന്താ ചെയ്യുക, HDFC ബാങ്കിന് വാങ്ങും. ബാക്കി 10.22% വെച്ചിട്ട് എന്ത് ചെയ്യും, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോക്കിന് വാങ്ങും. ആ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് 7.8% ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുക, അവർ ICICI ബാങ്ക് സ്റ്റോക്ക് വാങ്ങും. ഈ 5.44% യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഇൻഫോസിസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് വാങ്ങും. അതായത് നിഫ്റ്റി 50യിൽ എന്ത് രീതിയിലുള്ള വെയിറ്റേജ് ആണോ ഉള്ളത് അതേ പെർസെൻറ്റേജ് ഓഫ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയിലുള്ള 50 സ്റ്റോക്കുകളും വാങ്ങും. അങ്ങനെ വാങ്ങുന്ന സാധനത്തിന് പറയുന്ന പേരാണ് നിഫ്റ്റി 50 ETF എന്ന്. അതായത് നിഫ്റ്റി 50 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻഡെക്സിനെ ആധാരമാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ് എന്ത് നിഫ്റ്റി 50 ETF എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മളുടെ ബ്രോക്കറിൽ നമുക്ക് ഇത് കാണണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പോവുകയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് കയറിയിട്ട്, ഇപ്പം മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് കയറിയാൽ എനിക്ക് തോന്നുന്നു ETF-ന് ഒരു ബട്ടൺ ഇവിടെ ഉണ്ടായിരുന്നു, ഡിസ്കവർ ETF-കൾ, ഹൈ റിട്ടേൺ, SIP 100, ലാർജ് ക്യാപ് ഫണ്ട്, ഹൈബ്രിഡ്, ലോ കോസ്റ്റ് ഇൻഡെക്സ് ഫണ്ട്. ഇത് കണ്ടോ, ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ലോ കോസ്റ്റ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻഡെക്സ് ഫണ്ടുകളാണ്. നിഫ്റ്റി 50ന്റെ അതേ കോൺസ്റ്റിറ്റ്യുവൻസിൽ അല്ലെങ്കിൽ അതേ വെയിറ്റേജിൽ
അതേ സ്റ്റോക്കുകളിൽ വാങ്ങിയിട്ടുള്ള ഫണ്ടാണ് എന്ത് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ICICI പ്രൂലിന്റെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്, SBIയുടെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്, ഇനി HDFC ഇൻഡെക്സ് ഫണ്ട് ഉണ്ട്, ഇതെന്താ SMP BSE സെൻസെക്സ് പ്ലാൻ, ഇത് എനിക്ക് തോന്നുന്നു രണ്ടും കൂടെ ഉള്ള ഫണ്ടാണെന്ന് തോന്നുന്നു. ഒന്ന് ഈ രീതിയിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിഫ്റ്റി ബീസ് ഒക്കെയാണ് നമുക്ക് സിമ്പിൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നിഫ്റ്റിയുടെ മാത്രമാണ് നമുക്ക് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇത് കണ്ടോ, നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതും ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. ഇതിൻ്റെ അകത്ത് നിഫ്റ്റിയുടെ അതേ രീതിയിലാണ് ഈ ഒരു സാധനം എന്ത് ചെയ്തിട്ടുള്ളത്, അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം നിഫ്റ്റിയുടെ അതേ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് തന്നെയായിരിക്കും വരിക. ഇത് നമുക്ക് ഒരു യൂണിറ്റ് വാങ്ങാൻ 247 രൂപ മാത്രം മതിയാവും. ഇതിന്റെ അകത്ത് ഇത് മേടിക്കുന്ന സമയത്ത് നമുക്ക് നിഫ്റ്റിയുടെ ഗ്രോത്തിനനുസരിച്ചുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവും. ഇതേപോലെ നമുക്ക് ബാങ്ക് ബീസ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടും. അതെ, ബാങ്ക് ബീസ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇവിടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് നമുക്ക് കിട്ടും. കണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ അതേ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും നമുക്ക് ഇതിന്റെ അകത്ത് കിട്ടുക. ഇനി അത് കൂടാതെ നമുക്ക് സെൻസെക്സിന്റെ ആണെങ്കിൽ അത് വെച്ചിട്ടുള്ള ബീസ് ഇത് കണ്ടോ, സെൻസെക്സ് ബീസ് എന്നുള്ളത് നമുക്ക് കിട്ടും. ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ, സെൻസെക്സ് ബീസ് എന്ന് പറഞ്ഞിട്ട്. ഇത് സെൻസെക്സിന്റെ ആ ഒരു സെൻസെക്സിന്റെ അകത്ത് 50 സ്റ്റോക്ക് അല്ല ഉള്ളത്, 30 സ്റ്റോക്ക് ആണുള്ളത്. നമുക്ക് അതിലേക്ക് വരാനുണ്ട്. ആ 30 സ്റ്റോക്ക് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയേക്കുന്ന എന്താണ് ETF-കളാണ് ഈ സെൻസെക്സ് ബീസ് എന്ന് പറയുന്നത്. ബാങ്ക് നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി സ്റ്റോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്, നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി സ്റ്റോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഈ ഇങ്ങനെയുള്ള ഒരു സാധനത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഇതിൽ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇപ്പം ICICI എന്ന് പറഞ്ഞ കമ്പനി പൂട്ടിപ്പോയി എന്ന് വെച്ചോളൂ. ഈ ICICI എന്ന് പറഞ്ഞ കമ്പനി പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുക, അടുത്ത ഈ 50 ലിസ്റ്റിൽ നിന്ന് ഒരു കമ്പനി പോയി, പിന്നെ ഈ ICICI എന്ന് പറഞ്ഞത് പോയി. അപ്പൊ അടുത്തതിൽ ഇതിൽ എന്താ ഇൻഡെക്സിൽ വരുന്ന ചേഞ്ച് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ നേരത്തെ ഉണ്ടായിരുന്ന 50ന്റെ തൊട്ട് താഴെ നിന്ന ഒരു കമ്പനി, നേരത്തെ ഇപ്പോൾ ABCD എന്ന് പറഞ്ഞിട്ട് കുറെ കമ്പനികൾ ഇങ്ങനെ വന്നു, അതിൽ ഒരു കമ്പനി പോയ സമയത്ത് 49 മാത്രം ചുരുങ്ങി. അപ്പം 49 ചുരുങ്ങിയപ്പോൾ അവരെന്ത് ചെയ്യും, ആ നമ്മളുടെ ബാക്കിയുള്ള ലിസ്റ്റിന്റെ അകത്തുനിന്ന് ഒന്നിനെയും കൂടെ ഇതിന്റെ അകത്തേക്ക് അങ്ങ് ആഡ് ചെയ്യും. ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ചിട്ടാണല്ലോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അങ്ങ് താഴെ പോയി കഴിഞ്ഞാൽ ഇതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യുക. ഒരു സ്റ്റോക്കിന് അവർ ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ അതിനേക്കാളും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള സ്റ്റോക്കിന് എന്ത് ചെയ്യും, ഇതിന്റെ അകത്തേക്ക് ആഡ് ചെയ്യും. അതായത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ടോപ്പ് 50-ലുള്ള കമ്പനികളായിട്ട് ഇതിനെ എപ്പോഴും അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അത് ഇൻഡെക്സ് റീബാലൻസിങ് ഓരോ 3 മന്തിലും നടന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളുടെ മാർക്കറ്റിലൊന്നും മിക്കവാറും ഈ കമ്പനികളിലൊന്നും വലിയ മാറ്റങ്ങൾ വരാറില്ല. എന്നാൽ കഴിഞ്ഞ വർഷം ഇതേപോലെ ഏതൊരു സ്റ്റോക്ക് പുറത്തു പോയിട്ട് ഏതൊരു സ്റ്റോക്ക് തിരിച്ചു കയറി വന്നിരുന്നു. അതേപോലെ അദാനിയുടെ കമ്പനികൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വന്ന സമയത്ത് അദാനിയുടെ കമ്പനികളൊക്കെ നിഫ്റ്റി 50-ലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല മാറ്റങ്ങളും ഇങ്ങനെ വരും. ഈ മാറ്റങ്ങൾ ഇൻഡെക്സിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ മാറ്റം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ പിന്നെ നിഫ്റ്റി ബീസ് പോലെയുള്ള എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ മാനേജ് ചെയ്യുന്ന കമ്പനി, ഇത് നോക്കിയാൽ അറിയാം, ഇതിന്റെ മുകളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിപ്പോൺ ഇന്ത്യ ETF എന്നും പറഞ്ഞിട്ടാണ് ഈ സാധനം കാണുക. നിഫ്റ്റി ബീസ് ആണെങ്കിലും ബാങ്ക് ബീസ് ആണെങ്കിലും സെൻസെക്സ് ബീസ് ആണെങ്കിലും ഒക്കെ കാണുന്നത്. അപ്പോൾ ഈ 3 പോർട്ട്ഫോളിയോയും മാനേജ് ചെയ്യുന്ന ആരാ, നിപ്പോൺ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയാണ് മാനേജ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിഫ്റ്റി 50-ന്റെ അകത്ത് NSE-യിൽ ഇവർ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അതേ മാറ്റങ്ങൾ അവരെന്ത് ചെയ്യും, ഇവിടെയും കൂടെ വരുത്തുന്നുണ്ടാവും. അതാണ് നമ്മൾ ഇതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. ഇൻഡെക്സിന്റെ അകത്തുള്ള സ്റ്റോക്കുകൾ എല്ലാ കാലത്തും ഒരേപോലെ തന്നെ നിൽക്കണമെന്നില്ല. ഇൻഡെക്സിന്റെ അകത്തുള്ള സ്റ്റോക്കുകളിൽ ആ ഒരു കമ്പനിയുടെ പെർഫോമൻസിനനുസരിച്ച് ഇനി പെർഫോമൻസ് മോശമാവുകയാണെങ്കിൽ ആ മോശമായ കമ്പനീനെ ഒഴിവാക്കിയിട്ട് അടുത്ത കമ്പനീനെ ഇതിന്റെ അകത്തേക്ക് കയറ്റുകയാണ് ചെയ്യുക. അതേ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ നിഫ്റ്റി ബീസ് പോലെയുള്ള, അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ബീസ് പോലെയുള്ള, അല്ലെങ്കിൽ സെൻസെക്സ് ബീസ് പോലെയുള്ള സാധനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് നിഫ്റ്റി 50-ന്റെ ഇൻഡെക്സോഗ്രാം. നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏതാ, ബാങ്ക് നിഫ്റ്റി ബീസ് ആണ്, ബാങ്ക് നിഫ്റ്റി ആണ്. അപ്പൊ ആ ബാങ്ക് നിഫ്റ്റിയുടെ ഡീറ്റെയിൽ ഒന്ന് പോയി നോക്കാം. ഞാൻ NSE ഇൻഡിസസ് എന്ന് പറഞ്ഞ സൈറ്റ് കയറിയിട്ടുണ്ട്. ഇൻഡിസസിൽ കയറിയിട്ട് ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് സെക്ടറൽ ഇൻഡെക്സ് ആണെന്നുള്ളത് നമുക്കറിയാം. അതായത് ആ ഒരു ബാങ്കിങ് സെക്ടറിലുള്ള സ്റ്റോക്കുകൾ മാത്രം വരുന്ന ഇൻഡെക്സ് ആണ് പിന്നെ ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡെക്സ്. അപ്പൊ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം
ഒന്ന് പോയി നോക്കാം. ഇവിടെ ഞാൻ ബാങ്ക് നിഫ്റ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്ക് നിഫ്റ്റിയുടെ ഡീറ്റെയിൽസ് വരുന്ന പേജിന്റെ അകത്തേക്ക് ഈ സൈറ്റ് നമ്മളെ കൊണ്ടുപോകും. സൈറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതിന്റെ അകത്തുള്ള സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ഏരിയയിൽ എല്ലാ ബാങ്കിങ് സ്റ്റോക്കുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഇതിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വെയിറ്റേജ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നോക്കുക, HDFC ബാങ്കിന് 29% വെയിറ്റേജ് ആണ് എന്തുള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ ഉള്ളത്. തൊട്ട് താഴെ ആരാളുള്ളത്? ICIC ബാങ്കിന് 23% വെയിറ്റേജ്. അപ്പൊ ഇവര് രണ്ടുപേരും മാത്രം വിചാരിച്ചാൽ തന്നെ 50% വെയിറ്റേജ് എന്ത് കിട്ടി? ബാങ്ക് നിഫ്റ്റിക്ക് കിട്ടി. അപ്പൊ ഇവര് രണ്ടുപേരും മൂവ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? മേജർ മൂവ്മെന്റും ബാങ്ക് നിഫ്റ്റിയുടെ അകത്ത് വരുന്നുണ്ടാവുക. പിന്നെ അടുത്തത് SBI നോക്കൂ, 9.14, കോട്ടക് ബാങ്ക് 9.11, ആക്സിസ് ബാങ്ക് 9.19. അപ്പൊ ഇത് നോക്കിയാൽ മതി, ഈ 5 കമ്പനികൾ തന്നെ ഏകദേശം ഒരു 80% അടുത്തേക്ക് മൂവ്മെന്റ് കൊണ്ടുപോയി. പിന്നെയുള്ള ബാക്കിയുള്ള ബാങ്കുകൾ എല്ലാം കൂടെ വരുന്നത് 20% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലായത് ബാങ്ക് നിഫ്റ്റിയുടെ വെയിറ്റേജ് ഉള്ളത്. ഇൻഡസ്ഇൻഡ് ബാങ്ക് 6%, PNB 2%, AU ബാങ്ക് 1.8%, IDFC ഫസ്റ്റ് ബാങ്ക് 2%, ഫെഡറൽ ബാങ്ക് 2%, ബന്ധൻ ബാങ്ക് 1%, ബാങ്ക് ഓഫ് ബറോഡ 3.31%. ഇനി നമുക്ക് ഇവിടെ ഇത് കണ്ടു. ഇത് കൂടാതെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇൻഡെക്സോഗ്രാം ഒന്ന് നോക്കാം. അപ്പോൾ ഫാക്ട് ഷീറ്റ് എന്നുള്ളത് ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്യുന്നു. ഫാക്ട് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻഡെക്സോഗ്രാം കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിഫ്റ്റി ബാങ്കിന്റെ ഇൻഡെക്സോഗ്രാം ഇതിന്റെ ഫസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇത് കാണാം. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സസ് കംപ്രൈസസ് ഓഫ് ദ മോസ്റ്റ് ലിക്വിഡ് and large Indian banking stocks. It provide investors and market intermediaries as a benchmark that capture the capital market performance of the Indian bank. ഇന്ത്യൻ ബാങ്കുകൾ ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നിഫ്റ്റി ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ആ ഒരു സെക്ടറിൽ ജനറൽ ആയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനാണ് ഈ സെക്ടറൽ ഇൻഡെക്സുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. The index comprises of maximum 12 companies listed on National Stock Exchange. നമുക്കറിയാം നിഫ്റ്റി ബാങ്ക് എന്ന് പറയുന്നത് NSEയുടെ ഇൻഡിസസ് ആണ്, NSEയുടെ ഇൻഡെക്സ് ആണ്. ആ NSEയിലുള്ള ഇൻഡെക്സിനെ നിഫ്റ്റി ബാങ്ക് എന്ന് പറഞ്ഞ ഇൻഡെക്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചേക്കുന്നത് 12 ഇന്ത്യൻ ബാങ്കിങ് കമ്പനികൾ, NSE ലിസ്റ്റ് ചെയ്തിട്ടുള്ള 12 ഇന്ത്യൻ ബാങ്കിങ് കമ്പനികളാണ്. നിഫ്റ്റി 50യിൽ നമ്മൾ എത്ര കമ്പനിയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്? 50 കമ്പനിയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 12 കമ്പനികൾ മാത്രമാണ് ബാങ്ക് നിഫ്റ്റിയുടെ അകത്തുള്ളത്. ഇവർ ഇവിടെയും എഴുതിയിട്ടുണ്ട്, ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ യൂസസ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫണ്ടുകളും ETF-കളും സ്ട്രക്ചേർഡ് പ്രോഡക്ട്സും ബെഞ്ച് മാർക്കിങ്ങിനും വേണ്ടിയിട്ടാണ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി താഴോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ നേരത്തെ അവിടെ കണ്ട ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിന്റെ വെയിറ്റേജ് വെച്ചിട്ടുള്ള ഈ ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. 10 ബാങ്കിൻ്റെത് ഇവിടെ വരെ എഴുതിയിട്ടുണ്ട്. HDFC ബാങ്കാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് നമുക്ക് കണ്ടു. നമ്മൾ നേരത്തെ അവിടെ നോക്കിയിട്ടുള്ള സാധനം തന്നെ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ഇതിൽ എന്ത് മനസ്സിലാക്കാം? HDFC ബാങ്കിന്റെ അകത്ത് ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട മൂവ്മെന്റുകളൊക്കെ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിനെ നല്ല രീതിയിൽ ബാധിക്കാം. അത് കഴിഞ്ഞാൽ ICIC ബാങ്കിലുള്ള മൂവ്മെന്റ് ആണ് നമ്മളെ നല്ല രീതിയിൽ ബാധിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു വെയിറ്റേജ് ടേബിള് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതാണ് ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡെക്സ്. ഇനി ഏതെങ്കിലും ഒരു ഇൻഡെക്സ് നമുക്ക് നോക്കാം. നമ്മൾ ട്രേഡ് ചെയ്യുന്ന 4 ഇൻഡെക്സ് നമുക്കൊന്ന് പോയി നോക്കാം. ബ്രോഡ് ബേസ് ഇൻഡെക്സിൽ നമ്മൾ വേറെ ഒന്ന് ട്രേഡ് ചെയ്യുന്ന ഏതാ? നിഫ്റ്റി മിഡ് ക്യാപ്പ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിഫ്റ്റി മിഡ് ക്യാപ്പിന്റെ ഫാക്ട് ഷീറ്റ് ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം. നിഫ്റ്റി മിഡ് ക്യാപ്പിന്റെ ഇൻഡെക്സിന്റെ അകത്ത് ഇതിന്റെ അകത്ത് കണ്ടോ 25 മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളാണ് ഉള്ളത്. 25 ലിക്വിഡ് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളാണ് ഇതിന്റെ അകത്തുള്ളത്. ഇനി താഴെ പോയി നോക്കി കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഏറ്റവും വെയിറ്റേജ് ഉള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഇന്ത്യൻ ഹോട്ടൽസിന് 7%. ഏറ്റവും വെയിറ്റേജ് ഉള്ളത് മിഡ് ക്യാപ്പിന്റെ അകത്ത് ഏറ്റവും വെയിറ്റേജ് ഉള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹോട്ടലാണ്. അത് 7% വരുന്നത്. പെർസിസ്റ്റന്റ് സിസ്റ്റം 5.69, കുമ്മിൻസ് ഇന്ത്യ 5.65, ലൂപ്പിന് 5%, HDFC AMC 5.21,
കോഫോർജ് 4.6, ഫെഡറൽ ബാങ്ക് 4.6, PI ഇൻഡസ്ട്രീസ് 4.3, ഓറോബിന്ദോ ഫാർമ 4, ഹിന്ദുസ്ഥാൻ പെട്രോളിയം 4. ഇതിൻ്റെ അകത്ത് നമ്മൾ മറ്റ് ഇൻഡെക്സിനെ കണ്ടതിനേക്കാളും ഒരു വ്യത്യാസം മിഡ് ക്യാപ്പിനുള്ളത് എന്താന്ന് വെച്ചാൽ ഒരു സ്റ്റോക്ക് മാത്രമേ 7%-ഉള്ളൂ. ബാക്കിയെല്ലാം എന്താണ് നിയർലി 5%-ന്റെയും 4%-ന്റെയും അടുത്താണുള്ളത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു 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 മയത്തിലുള്ള മൂവ്മെന്റ് ആണ് സാധാരണ നമുക്ക് മിഡ് ക്യാപ്പിൽ പൊതുവെ അങ്ങനല്ലേ. ഒരു ഒരു ഡീസന്റ് മൂവ്മെന്റ് കാണുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സ്റ്റോക്കിനൊന്നും ഹെവി ആയിട്ടുള്ള വെയിറ്റേജ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ വെയിറ്റേജിന്റെ മുകളിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള അസംഷനും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും HDFC ബാങ്ക് എന്ന് പറയുന്നത് ഒരു മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് ആണ്. അപ്പൊ HDFC ബാങ്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് തുമ്മിക്കഴിഞ്ഞാൽ നിഫ്റ്റി അപ്പൊ തന്നെ മൂക്കൊലിപ്പിച്ച് തുടങ്ങും, ബാങ്ക് നിഫ്റ്റി അപ്പൊ തന്നെ ചുമച്ചു തുടങ്ങുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഒന്നും അത്ര വലിയ വെയിറ്റേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഇവരുടെയൊക്കെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു 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 എന്താ പറയാ കുറച്ചുകൂടെ ഒരു വയലന്റ് അല്ലാത്ത രീതിയിലുള്ള മൂവ്മെന്റുകളായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. കാരണം ഭയങ്കര ഒരു കമ്പനിക്ക് വലിയ രീതിയിൽ വെയിറ്റേജ് ഇല്ലാത്തതുകൊണ്ട് ഒരു കമ്പനിന് വലിയ കാര്യമായിട്ട് എന്തെങ്കിലും മൂവ്മെന്റ് വന്നാൽ പോലും ഒരു കുറച്ചുകൂടെ ഒരു സാവധാനത്തിലുള്ള മൂവ്മെന്റ് ആയിരിക്കും ഈ ഇൻഡെക്സിന്റെ അകത്ത് വരിക. ഇതാണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സ്. ഇനി നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഇൻഡെക്സ് ഏതാ? അടുത്തതൊന്ന് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ഒന്ന് പോയി നോക്കാം. നമ്മൾ ഫിൻ നിഫ്റ്റി എന്ന് പറയുന്ന നമ്മളുടെ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിന്റെ അകത്ത് ഏതൊക്കെയാണുള്ളത് നോക്കാം. ഇവിടെ ഫാക്ട് ഷീറ്റ് ഉണ്ട്, ഞാനത് ക്ലിക്ക് ചെയ്യുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ എത്ര കമ്പനികളാ? 20 സ്റ്റോക്കാണ് ഇതിന്റെ അകത്തുള്ളത്. ഈ ബാങ്ക് നിഫ്റ്റിയിൽ 12 സ്റ്റോക്ക് ആയിരുന്നു, നിഫ്റ്റിയിൽ 50 സ്റ്റോക്ക് ആയിരുന്നു, മിഡ് ക്യാപ്പിൽ 25 സ്റ്റോക്ക് ആയിരുന്നു, ഫിൻ നിഫ്റ്റിയിൽ 20 സ്റ്റോക്ക് ആണുള്ളത്. 20 സ്റ്റോക്ക് വെച്ചിട്ടാണ് ഇവര് ഈ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത് നമ്മളുടെ ഫിൻ നിഫ്റ്റി ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഫിൻ നിഫ്റ്റിയിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആര് വരുന്നുണ്ട്? HDFC ബാങ്ക് വരുന്നുണ്ട്. അതും എത്ര പെർസെൻറ്റേജ് വെയിറ്റേജിൽ? 30% വെയിറ്റേജിലാണ് ഫിൻ നിഫ്റ്റിക്കകത്ത് HDFC ബാങ്ക് വരുന്നത്. ICICI ബാങ്കിന്റെ അകത്ത് 21%, ആക്സിസ് 8%, SBI 8%, കോട്ടക് മഹീന്ദ്ര ബാങ്ക് 8%. നേരത്തെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കാണാത്ത രണ്ടെണ്ണം ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസർവും 5ഉം 2%. SBI ലൈഫ് ഇൻഷുറൻസും ബാങ്കിന്റെ അകത്തൊന്നും വന്നതല്ല, HDFC ലൈഫ് ബാങ്കിൽ വന്നതല്ല. പിന്നെ ശ്രീറാം ഫിനാൻസ്, ഈ 3 കമ്പനികളും കൂടെ ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. അതായത് ബാങ്കിങ് സ്റ്റോക്കുകളും മറ്റു ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളും കൂടെ വരുന്ന ഇൻഡെക്സ് ആണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ 30% വെയിറ്റേജും കൊണ്ടുപോകുന്നത് HDFC ബാങ്ക് തന്നെയാണ്, 21% ICICI ബാങ്കും തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് സാധനം ഇതിന്റെ അകത്ത് മേജർ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് ആക്സിസ് ബാങ്കും സ്റ്റേറ്റ് ബാങ്കും കോടാക് ബാങ്കും എന്ന് പറയുന്നത് നമ്മളെ ബാങ്ക് നിഫ്റ്റിയിലെ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ആണ്. അപ്പോൾ ഈ 5 പ്രധാനപ്പെട്ട 5 ഹെവി വെയിറ്റ് ഉള്ള 5 ബാങ്ക് നിഫ്റ്റിയുടെ പിന്നെ ബാങ്ക് നിഫ്റ്റിയിലും കൂടെ വരുന്ന സ്റ്റോക്കുകൾ ആയതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ബാങ്ക് നിഫ്റ്റിനെ പോലെ തന്നെ ഏകദേശം അതേപോലെയുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കും ഫിൻ നിഫ്റ്റിന്റെ അകത്തും വരുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്, നമ്മളുടെ ഫിൻ നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തെല്ലാം നോക്കിക്കഴിഞ്ഞു? നിഫ്റ്റി 50 നോക്കിക്കഴിഞ്ഞു, ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞു, ഫിൻ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞു, മിഡ് ക്യാപ് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞു. ഈ 4 ഇൻഡെക്സുകളാണ് എന്തുള്ളത് നമ്മൾ ഇപ്പം നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 4 ഇൻഡെക്സുകളുടെ അകത്തും നമുക്ക് വീക്കിലി ഉള്ള ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു ഇൻഡെക്സ് കൂടെ നിഫ്റ്റിയുടെ അകത്ത് ട്രേഡ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. അതാണ് നിഫ്റ്റി ജൂനിയർ അല്ലെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്ന ഇൻഡെക്സ്. അത് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. നോട്ടിഫിക്കേഷൻ കണ്ടത് പ്രകാരം അല്ലെങ്കിൽ എക്സ്ചേഞ്ചിന്റെ സർക്കുലർ കണ്ടത് പ്രകാരം അത് മന്ത്ലി കോൺട്രാക്ട് മാത്രമായിട്ടാണ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. പുതുതായിട്ട് വന്ന ആൾക്കാരൊന്നും കോൺട്രാക്റ്റെന്നോ ഓപ്ഷനോ ഫ്യൂച്ചറിനോ ഒന്നും കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല. അതിലേക്കൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ക്ലാസ്സിന്റെ അടുത്തടുത്ത സിലബസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ടാവും. ഇനി നമുക്കൊന്ന് നിഫ്റ്റി നെക്സ്റ്റ് 50 ആരൊക്കെ ഉള്ളത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഇത് കണ്ടോ, നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 കമ്പനികളാണ് നിഫ്റ്റി 100ൽ നിന്നും ആഫ്റ്റർ എക്സ്ക്ലൂഡിങ് നിഫ്റ്റി 50 കമ്പനികൾ. അതായത് ആദ്യത്തെ 100 കമ്പനികളിൽ നിന്നും എന്തായി 50 നിഫ്റ്റി 50യിൽ പോയി.
ബാക്കിയുള്ള 50 വെച്ചിട്ടാണ് ഇവരെന്തുണ്ടാക്കിയത് നെക്സ്റ്റ് 50 എന്ന് പറയുന്നത്, നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിഫ്റ്റി ജൂനിയർ എന്ന് പറയുന്ന ഈ ഒരു ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇവരിത് പിന്നെ ബെഞ്ച് മാർക്കിങ്ങിനും ETF ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി താഴോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള പിന്നെ വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് അടുത്തത് ശ്രദ്ധിക്കാനുള്ളത്. നോക്കുക, ട്രെൻഡ് 4.8%, BEL 3.98%, ടാറ്റ പവർ 3.6, ഹിന്ദുസ്ഥാൻ എയറോട്ടിക്കൽ 3, അതായത് ഇത്രയും സ്റ്റോക്കുകൾ 3%-ന്റെ അകത്തും. മറ്റേതും ഇന്റർഗ്ലോബ് ഏവിയേഷൻ എന്ന് പറയുന്ന ഏതാ സ്റ്റോക്ക് അറിയോ? ആരൊക്കെ അറിയുന്നതാണോ? ഇൻഡിഗോ. അതെ, നമ്മളുടെ ഇന്ത്യയിലെ പിന്നെ വലിയ വിമാന കമ്പനി ആയിട്ടുള്ള ഇൻഡിഗോ ആണ് ഇന്റർഗ്ലോബ് ഏവിയേഷൻ. അതിന് 2.79%, TVS-ന് 2.76%. പിന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ DLF ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വരുന്നുണ്ട്, പവർ ഫിനാൻസ് PFC വരുന്നുണ്ട്. ഇത്രയും സ്റ്റോക്കുകൾ ഇതിന്റെ ടോപ്പ് കോൺസ്റ്റിറ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് എല്ലാത്തിനും 5%-ന്റെ താഴെ മാത്രമേ വെയിറ്റേജ് ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിൽ കുഴപ്പമില്ല, ഈ 3 ഇൻഡെക്സിലും കണ്ട പോലെ ഒരു കമ്പനിക്ക് ഭയങ്കര വലിയ രീതിയിലുള്ള വെയിറ്റേജ് നമുക്ക് ഇവിടെ ഇല്ല. എല്ലാത്തിനും 5%-ന് താഴെയുള്ള വെയിറ്റേജേ ഉള്ളൂ. അപ്പോൾ ഈ നിഫ്റ്റി നെക്സ്റ്റ് 50 വന്നു കഴിഞ്ഞാൽ പോലും ഒരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു വയലന്റ് മൂവ്മെന്റ്, ഒറ്റയടിക്കുള്ള മൂവ്മെന്റ്, ഏതെങ്കിലും ഒരു സ്റ്റോക്ക് താഴെ പോയി എന്നുള്ളതുകൊണ്ടുള്ള ഒറ്റ അടിക്കുള്ള മൂവ്മെന്റിനൊക്കെ സാധ്യത കുറച്ച് കുറവായിരിക്കും എന്തെങ്കിലും നിഫ്റ്റി നെക്സ്റ്റ് 50-ന്റെ അകത്ത് നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പൊ ഇതാണ് നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്നത്. അപ്പൊ NSE-ലുള്ള ഓ എന്താ സാർ പറഞ്ഞേ? കേട്ടില്ല. ഒന്നുമില്ല സാർ. ഓക്കെ. അപ്പോൾ നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന 4 ഇൻഡെക്സുകളും ട്രേഡ് ഇനി വരാൻ സാധ്യതയുള്ള ആ ഒരു ഇൻഡെക്സും കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇൻഡെക്സിനെ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഡെക്സിനെ പറ്റി ഇതിൻ്റെ അകത്ത് പോയി പഠിക്കാം. ഇപ്പൊ ഇത് കണ്ടോ, ഇവിടെ നിഫ്റ്റി ശരിയാന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡെക്സ് കാണാനുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ പിന്നെ മുസ്ലിംസ് ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണ് ശരിയ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് എല്ലാ കമ്പനികളും, ബാങ്ക് കമ്പനികളും അങ്ങനത്തെ പല കമ്പനികളും പിന്നെ ട്രേഡ് ചെയ്യാൻ പാടില്ല, മുസ്ലിംസിന് അവരുടെ അല്ലെങ്കിൽ മതം പിന്നെ നിയമപ്രകാരം പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുള്ള ഇൻഡെക്സ് ആണ് ശരിയാന്ന് പറയുന്നത്. ഇനി ടാറ്റ ഗ്രൂപ്പിന്റെ മാത്രം നമ്മളുടെ ഒന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാവുന്നതാണ്. ഇതാണ് ടാറ്റ ഗ്രൂപ്പ് എന്നുള്ള മാത്രം വെച്ചിട്ട് ഉള്ള ഒരു ഇൻഡെക്സ് ഉണ്ട്, നിഫ്റ്റി ടാറ്റ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ്. എന്താ ഈ സൈറ്റിൽ നിന്ന് ഭയങ്കര സ്ലോ? ടാറ്റ ഗ്രൂപ്പിന്റെ പെർഫോമൻസ് മാത്രം, അതായത് ടാറ്റയുടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ മാത്രം. എന്റെ ഓഡിയോയും വീഡിയോ ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലെ? ഇത് സൈറ്റിന്റെ പ്രശ്നമല്ലേ? നെറ്റിനൊന്നും ഇഷ്യൂ ഇല്ലല്ലോ? ഓഡിയോ ക്ലിയർ ആണ്, പക്ഷെ ഇപ്പൊ അല്ല, ഇത് ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നല്ലോ, സൈറ്റിൻ്റെതാണ്. അതെന്താ സംഭവം? അടിപൊളി, സ്പീഡൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പൊ ഇത് അവരുടെ സൈറ്റിന്റെ എന്തോ ഇതാണ്, കുറച്ച് സ്ലോ ആയിട്ടേ വരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇത് എടുത്തു നോക്കിയാൽ മതി. വേറെ എന്തെങ്കിലും പിന്നെ ഇൻഡെക്സിനെ പറ്റി ഒന്ന് പഠിക്കണമെന്നുണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ഇൻഡെക്സ് നോക്കുന്നുണ്ടെങ്കിലോ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് എടുത്തു നോക്കിയാൽ മതി. നിങ്ങൾ ഈ ഒരു സൈറ്റ് നിഫ്റ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞ ഈ സൈറ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ഇനി നമുക്ക് 2 എണ്ണം കൂടെ നോക്കാനുണ്ട്. ട്രേഡ് ചെയ്തിരുന്ന നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുന്ന 2 എണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ NSE-ലുള്ള ഇൻഡെക്സുകൾ മാത്രമാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് BSE-ലും നമ്മൾ ട്രേഡ് ചെയ്യുന്ന 2 ഇൻഡെക്സ് ഉണ്ട്. BSE-ൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന 2 ഇൻഡെക്സുകൾ ഏതാ? ഒന്ന് സെൻസെക്സ്, എക്സ്പയറി വെള്ളിയാഴ്ചയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അല്ല, എക്സ്പയറി ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച വരുന്ന വീക്ക്ലി കോൺട്രാക്ട് ആണ് സെൻസെക്സിന്റെ അകത്ത്. അപ്പൊ സെൻസെക്സ് നമുക്ക് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അതേപോലെ BSE-ൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന ബാങ്കിങ് സ്റ്റോക്കുകൾ വെച്ചിട്ട് അവർ ബാങ്ക് എക്സ് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡെക്സും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ 2 ഇൻഡെക്സും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോയിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ NSE-ലുള്ള ഇൻഡിസസ്, നിഫ്റ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞ സൈറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ BSE-ലുള്ള ഇൻഡിസസ് നോക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് സൈറ്റ് ഒന്നുമില്ല. BSE-യുടെ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് അധികം കഷ്ടപ്പെട്ട് തപ്പിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എന്ത് കിട്ടും, ഈ ഇൻഡെക്സിന്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടും. നോക്കാം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. ഇതെല്ലാ സമയം മറ്റേതിൻ്റെ അകത്ത് നിഫ്റ്റി ഇൻഡിസസ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ടായിരുന്നോണ്ട് നമുക്ക് ഭയങ്കര യൂസ് ആയിരുന്നു. ഇതിൻ്റെ അകത്ത് എവിടെയോ ഈ സാധനം കിടക്കുന്നുണ്ട്, പിന്നെ സെൻസെക്സിന്റെ കോൺസ്റ്റിറ്റ്യൻസും സെൻസെക്സിന്റെ ഡീറ്റെയിലും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത്ര ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും വെച്ചിട്ടില്ല. ഞാൻ ജനറൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. സെൻസെക്സിന്റെ അകത്ത് 30 സ്റ്റോക്കുകൾ മാത്രമാണ് ഉള്ളത്.
ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എപ്പോഴും നിഫ്റ്റി 50 ആയിട്ട് തന്നെയാണ് കമ്പയർ ചെയ്യേണ്ടത്. നമ്മളെ മേജർ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 50. സെൻസെക്സിന്റെ അകത്ത് പക്ഷേ 30 സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. അവർ യൂസ് ഇവിടെ കിടക്കണ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ. ഇത് ക്ലിക്ക് ചെയ്താൽ എന്തെങ്കിലും കിട്ടും നോക്കട്ടെ. ഇൻഡെക്സ് കൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് സാധനം. ഇവിടെ തന്നെ ഉണ്ട്. ഇതിന്റെ വെയിറ്റേജ് ഒന്നും പക്ഷെ ഇവരെ ഇവിടെ എഴുതിയിട്ടില്ല അല്ലേ. അബൌട്ട് S&P സെൻസെക്സ്. നമുക്ക് ആ ഇൻഡെക്സോഗ്രാം പോലുള്ള ഒരു സാധനം കിട്ടുവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിരുന്നു. ഇല്ല അല്ലേ. ഇവിടെ ഉണ്ട്, കോൺസ്റ്റൻസ് ഒക്കെ ഇതിന്റെ അകത്തുണ്ട്. ഫാക്ട് ഷീറ്റ് കിടക്കുന്നത് സാറേ റൈറ്റ് സൈഡിൽ അതാണോ? എവിടെ? ഇതില്ല. അതെന്താന്ന് നോക്കട്ടെ. ഇവിടെ ഒരു ഫാക്ട് ഷീറ്റ് കിടക്കുന്നുണ്ട് അല്ലേ, മന്ത് എൻഡ്. എന്താ സംഭവം നോക്കട്ടെ. ഇതില് മറ്റേതുപോലെ നമുക്ക് ഇല്ല. ഇതിൽ നമ്മളാ ഉദ്ദേശിക്കുന്ന ഡാറ്റ, വെയിറ്റേജിന്റെ ഡാറ്റ ഒന്നും ഇതിന്റെ അകത്ത് പോലും കൊടുത്തിട്ടില്ല. ഫുൾ കോൺസ്റ്റൻസ് ലിസ്റ്റ് എടുത്താൽ എന്തായാലും കിട്ടാൻ നോക്കാം. അതാ ഇവിടെ ഉണ്ടല്ലോ. ഇത് എക്സൽ ഫയൽ, അത് ഓപ്പൺ ചെയ്യാനും പറ്റില്ല നമുക്ക്. ക്യാരക്ടറിസ്റ്റിക്സ്, മാർക്കറ്റ് ക്യാപ്, പെർഫോമൻസ്. എന്തായാലും ഇതിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ലിസ്റ്റുകളൊക്കെ നമ്മളുടെ നിഫ്റ്റിന്റെ അകത്തുള്ളത് തന്നെയാണ്. ഇതിന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ, 30 സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ. ആ 30 സ്റ്റോക്കുകൾ മാത്രം വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, സെൻസെക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. HDFC ബാങ്ക് തന്നെയാണ് ഏറ്റവും ടോപ്പ് വരുന്നത്. റിലയൻസ്, ICIC, ഇൻഫി, L&T, ITC, TCS, ഭാരതി എയർടെൽ, ആക്സിസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്രയും സാധനങ്ങൾ ആണ് ഇതിന്റെ അകത്തുള്ള ടോപ്പ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ വെയിറ്റേജ് കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റ ഒന്നും ഇതിന്റെ അകത്ത് എവിടെയും കാണാനില്ല. വേണമെങ്കിൽ എന്തായാലും ഒന്ന് BSEയുടെ സൈറ്റിന്റെ അകത്ത് ഒന്ന് ഡീപ് ഡൈവ് ഇൻ ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഡീറ്റെയിൽസ് വേറെ ഉണ്ടോ. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ നോക്കണമെന്നില്ല. കാരണം ഏകദേശം നിഫ്റ്റിയുടെ അകത്ത് വരുന്ന, നിഫ്റ്റി 50യുടെ അകത്ത് വരുന്നതിലുള്ള ആദ്യത്തെ 30 സ്റ്റോക്കുകൾ തന്നെയാണ് ഇതിന്റെ അകത്തും വരിക. കാരണം ഇവർ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബെഞ്ച് മാർക്കിങ്ങിനും ഇൻഡെക്സ് ഫണ്ടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ അത് ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരിക, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഇത് വ്യത്യാസം വരണമെങ്കിൽ എങ്ങനെ ഉണ്ടാവണം, NSEയിൽ ലിസ്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും വലിയ കമ്പനികൾ BSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ അങ്ങനെയുള്ള ഒരു സംഭവമല്ല. വലിയ കമ്പനികളെല്ലാം രണ്ടിലും ലിസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും വരുന്നില്ല. ഇനി BSEയുടെ ഇത് സെൻസെക്സിന്റെ നമ്മൾ എടുത്തു. നമുക്ക് ഇനി വേണ്ടത് ബാങ്ക് എക്സ് അല്ലേ. ബാങ്ക് എക്സ് നമ്മൾ ഈ സാധനം നേരത്തെ ഇവിടുന്നാണല്ലോ എടുത്തത്. ഇതാ ബാങ്ക് എക്സിന്റെ അകത്തുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഇതാ. SBI ഉണ്ട്, IDFC ഫസ്റ്റ് ബാങ്ക് ഉണ്ട്, ICICI ബാങ്ക് ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട്, AU ബാങ്ക് ഉണ്ട്, കോട്ടക് ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, ഇൻഡസിൻഡ് ബാങ്ക് ഉണ്ട്, HDFC ബാങ്ക് ഉണ്ട്, ബാങ്ക് ഓഫ് ബറോഡ ഉണ്ട്. ഇത് അവരുടെ വെയിറ്റേജിന്റെ ലിസ്റ്റ് അല്ല. ഇതെന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ആ ബാങ്കുകൾ പെർഫോം ചെയ്തിട്ടുള്ള ഹീറ്റ് മാപ്പാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇത് വെയിറ്റേജ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയുടെ അകത്ത് ആ ഒരു ബാങ്ക്സ് പെർഫോം ചെയ്തിട്ടുള്ളത് മാത്രമാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ ബാങ്ക് എക്സ് ആണെങ്കിൽ, ബാങ്ക് എക്സിന് നമുക്കറിയാം ഇൻഡെക്സിൽ നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതിന്റെ ഓപ്ഷൻ എക്സ്പയറി വരുന്നത് തിങ്കളാഴ്ചയാണ്. ഓപ്ഷൻ എക്സ്പയറി വരുന്നത്. സെൻസെക്സിന്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം ആ ഒരു ദിവസത്തെ പെർഫോമൻസ് BSEയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതേപോലെ ഹീറ്റ് മാപ്പായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പൊ ഇതാണ് സെൻസെക്സും ബാങ്ക് എക്സും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എന്ത് നോക്കാനുള്ളത്, നമ്മൾ ഇൻഡെക്സിന്റെ അകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇൻഡെക്സിന്റെ അകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ അതിന്റെ അകത്തേക്ക് നമുക്ക് പോവാം. അപ്പൊ പറഞ്ഞതിന്റെ മുകളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ, അതോ വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഇൻഡെക്സ് റിലേറ്റഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചോളൂ. ഹലോ സാറേ. പറയൂ സാർ. സാറേ മിഡ് ക്യാപ്പ് സാർ വിട്ടുപോയെന്ന് തോന്നുന്നു സാറേ. അല്ല, മിഡ് ക്യാപ്പ് നമ്മൾ പറഞ്ഞല്ലോ, മിഡ് ക്യാപ്പ് സെലക്ട്. ഞാൻ കേട്ടില്ല സാറേ. സോറി സാറേ. ഓക്കെ. മിഡ് ക്യാപ്പ് സെലക്ട് നമ്മൾ എടുക്കുന്നത് എവിടുന്നാന്ന് വെച്ചാൽ ഇവിടെ നിഫ്റ്റി ഇൻഡിസസ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇൻഡിസസിൽ ക്ലിക്ക് ചെയ്ത് ബ്രോഡ് ബേസ് ഇൻഡിസസിൽ മിഡ് ക്യാപ്പ് എവിടെ പോയത്, നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്ട് എന്ന് പറഞ്ഞതിലാണ് നമുക്ക് ട്രേഡ് നടക്കുന്നത്. മറക്കരുത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 50 ഉണ്ട്, 150 ഉണ്ട്, മിഡ് ക്യാപ്പ് 100 ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ട്രേഡ് നടക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പ് സെലക്ട് എന്ന് പറഞ്ഞ ഇൻഡെക്സിലാണെന്നുള്ളത് മറന്നു പോകരുത്.
അത് മാത്രമേ നമ്മൾ ഓർക്കേണ്ടതുള്ളൂ. ഫാക്ട് ഷീറ്റ് നമുക്ക് ഇതേ ഇവിടെ ഡൗൺലോഡ്സിൽ കിട്ടും. അതിൻ്റെ അകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധ എല്ലാ കമ്പനികളും 5%, 6% ആ റേഞ്ചിലാണ് അതിന്റെ വെയിറ്റേജ് ഒക്കെ നിൽക്കുന്നത്. ക്ലിയർ? പിന്നെ ഒരു ഡൗട്ട്. ആ നമ്മള് ഓപ്ഷൻ ചെയ്യുമ്പോ ഇൻഡെക്സിലൊക്കെ ഉം. വോളിയം നോക്കുകയാണെങ്കിൽ വോളിയം നമ്മൾ ആ സ്ട്രൈക്ക് പ്രൈസിന്റെ ചാർട്ടിലെ വോളിയമാണ് നോക്കേണ്ടത്. സ്ട്രൈക്ക് പ്രൈസിലെ ചാർട്ടില് നമ്മളൊരു പ്രീമിയത്തിന്റെ സ്ട്രൈക്ക് പ്രൈസ് ഉണ്ടല്ലോ ഓപ്ഷനില്. ആ അപ്പൊ അതിന്റെ വോളിയം എന്ന് പറയുന്ന സ്ട്രൈക്ക് പ്രൈസ് മറ്റേ ആ ചാർട്ട് എടുത്തിട്ടുള്ള അതില് അതായത് volume- സ്ട്രൈക്കിന്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴെ കാണുന്നത് ആ സ്ട്രൈക്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ, ട്രേഡ്. ആ വോളിയം അല്ലേ നമ്മൾ നോക്കണ്ടത്? അതെ, Index അത് option. നമ്മൾ അതിൽ വോളിയം നോക്കുന്നില്ലല്ലോ. എന്തിനാ അല്ല നമ്മൾ അല്ല വോളിയം ലിക്വിഡിറ്റി എന്നൊക്കെ പറയുമ്പോ ലിക്വിഡിറ്റി നോക്കാൻ ലിക്വിഡിറ്റി ഓപ്പൺ ലിക്വിഡിറ്റി ഇൻട്രസ്റ്റ് നോക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം മാർക്കറ്റ് ഡെപ്ത് നോക്കി കഴിഞ്ഞാൽ മതി. വോളിയം നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ എളുപ്പത്തിൽ മനസ്സിലാവില്ല. മാർക്കറ്റ് ഡെപ്തിൽ എത്ര മാർക്കറ്റ് ഡെപ്തിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, ബൈ ഇൻ ബിഡ് buy- തമ്മിലുള്ള okay. ഡിഫറൻസ്. ആ, അത് നോക്കിയാൽ അത് നമുക്ക് കിട്ടും. അത് മാത്രം നോക്കിയാൽ മതി അല്ലേ? അതും പിന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്പർ ഓപ്പൺ ഇൻട്രസ്റ്റ്. സർ, ഈ HDFC എന്ന് പറയുന്ന HDFC ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കിനെ മാത്രം ഇത് ചെയ്യുന്നതല്ലേ? അല്ല, അത് രണ്ട് കമ്പനി ഉണ്ടായിരുന്നു ആദ്യം, HDFC ബാങ്കും. HDFC എന്ന് പറയുന്നത് മദർ കമ്പനി ആയിരുന്നു. HDFC ബാങ്ക് അവരുടെ ബാങ്കിങ് സെഷൻ്റെതായിരുന്നു. ഇപ്പൊ ആ. അവരെന്ത് ചെയ്തു, രണ്ടിനെയും കൂടെ ഒന്നാക്കി. ഓക്കെ, അതായിരിക്കാം രണ്ടിലുണ്ടാവും. ഞാൻ ആലോചിച്ചത് ഈ ബാങ്കിങ് സെക്ടർ ആണെങ്കിൽ പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ പോരെ, എന്തിന് ഇതില് അല്ല, നിഫ്റ്റി? ഇത് മെയിൻലി അവരുടെ ബിസിനസ് ബാങ്കിങ് സെക്ടർ ആണെന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ പേരങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ അല്ലെ? അതെ. പിന്നെ HDFCയുടെ വേറെ ഉണ്ട്, ഹേംസി ഉണ്ട്, അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്, HDFC ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, അതൊക്കെ സെപ്പറേറ്റ് ഉണ്ട്. ഓക്കെ. അവര് Sir, മെർജ് ഈ- ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു. സാറേ, ETF എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇത് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാവുന്ന മാത്രമേ ഉള്ളോ? അതോ വേറെ അല്ല, എന്തെങ്കിലും വ്യത്യാസം? മ്യൂച്വൽ ഫണ്ടും ഇതും തമ്മിലുള്ള ഒരു മേജർ വ്യത്യാസം എന്താന്ന് വെച്ചാല്, ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഏത് സ്റ്റോക്കിനെ വാങ്ങിക്കണം തീരുമാനിക്കുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ് അല്ലേ? ഓക്കെ. ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനം. അപ്പോൾ അതിന്റെ അകത്ത് വരുന്ന സ്റ്റോക്ക് ഇൻഡെക്സിന്റെ അകത്തുള്ള സ്റ്റോക്ക് ആയിരിക്കും വേണം, ആ വെയിറ്റേജിലായിരിക്കും വേണം. നമുക്കപ്പോ എല്ലാ ETF-കളും നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ നമ്മുടെ ഈ ബ്രോക്കറുടെ ടെർമിനലിൽ കൂടെ? അതെ, ഒരുവിധം എല്ലാ ETF-കളും ഇതിന്റെ അകത്ത് തന്നെ ഉണ്ടല്ലോ. അതുപോലെ ഈ ബീസ് എന്ന് പറയുന്നത് നിപ്പോൺ ഇന്ത്യയുടെ ആണോ? ബീസ് എന്ന് പറയുന്നത് നിപ്പോൺ ഇന്ത്യയുടെ ആണോ അതോ ETF തന്നെയാണ് സാധനം? ഓക്കെ. അത് നമുക്ക് ഈ സ്റ്റോക്ക് മേടിക്കുന്ന പോലെ തന്നെ ഡയറക്റ്റ് ഇവിടെ മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് രണ്ടും തമ്മിൽ വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതിന് ധാരണ എനിക്കില്ല കേട്ടോ. ബേസിക്കലി ഇതിന്റെ ഫംഗ്ഷനിങ് ഇതാണെന്ന് എനിക്കറിയുള്ളൂ. ഓക്കെ. ഒത്തിരി ETF-കൾ ഉണ്ടല്ലോ, അപ്പൊ കുറെ അതെല്ലാം ETF-കൾ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സാർ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ഒരു ETF-ന്റെ ജസ്റ്റ് ഇങ്ങനെ ഇത് ETF-നെ പറ്റി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റെഫർ ചെയ്ത് നോക്കിയ സമയത്ത് ഏതോ ഒരു സാധനം 50% കണ്ടുണ്ട്. ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ട് നോക്കട്ടെ, അത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ആ സാധനം കാണും. ETF എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സെഗ്മെന്റ് ഉണ്ട് മൊബൈൽ ആപ്ലിക്കേഷനിൽ. അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു സാധനം കഴിഞ്ഞ ദിവസം കണ്ടു. ഇത് കണ്ടോ, എന്തായിരുന്നു സാധനം ETF-ൽ കണ്ടത്? CPSCE-ETF എന്ന് പറഞ്ഞിട്ട് ഒരു ETF കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അത് ലാസ്റ്റ് ഇയർ റിട്ടേൺ എത്രയാണെന്നറിയോ? 80%, 84%, അല്ല 51% റിട്ടേണും. അത് ഏഞ്ചൽ നിങ്ങൾ ഹോം സ്ക്രീനിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ IPO എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ തൊട്ടടുത്ത് ഒരു ETF എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ഒരുപാട് ETF-കൾ ഉണ്ട്. അതെല്ലാം ഈ പിന്നെ കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, തീമാറ്റിക്, ഇതിന്റെ താഴെ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പരിമിതമായ അറിവ്. ഇതിന്റെ ചാർജ് സെയിം ആണോ? ബ്രോക്കർ ചാർജ് സെയിം തന്നെയാണോ? ഡെലിവറി എടുക്കുന്നതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ലെന്നാണ് എൻ്റെ അറിവ്. നമ്മൾ നിഫ്റ്റി ബീസ് ഒന്നും ഡെലിവറി എടുക്കുകയാണെങ്കിൽ ചാർജസ് ഒന്നും ഇല്ലല്ലോ. വിൽക്കുമ്പോ അവര് അതിന് സ്പെഷ്യൽ ചാർജ് ചെയ്യും. മ്യൂച്വൽ ഫണ്ട് വിൽക്കുമ്പോ നമുക്കൊരു നേരത്തെ വിറ്റ് കഴിഞ്ഞാൽ അവര് നോർമലി അത് ആ ഒരു സാധനം എടുത്തു നോക്കിയാൽ അറിയാം സാർ. എക്സിറ്റ് ലോഡ് എന്നാണ് അതിന് പറയാ. അത് ജസ്റ്റ് അറിയാം സാർ ഏതാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിന് എക്സിറ്റ് വാല്യൂ ഉണ്ടോന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഞാനിപ്പോ നോക്കിയതിന്റെ അകത്ത് എക്സിറ്റ് വാല്യൂ ഇതിന്റെ അകത്ത് എക്സിറ്റ് വാല്യൂ കാണാനില്ല. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. അതിന് നമുക്ക് വരുന്ന ഒരു ചെലവ് ആ കമ്പനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ അകത്ത് വേറൊരു സാധനം ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ETF-കളിൽ ട്രാക്കിംഗ് എറർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആ ട്രാക്കിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവര് ഇപ്പൊ നിഫ്റ്റിയിലൊക്കെ ഒരു പിന്നെ സ്റ്റോക്കിന്റെ ചേഞ്ച് വരുത്തി എന്ന് വെച്ചോളൂ.
ആ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ എത്ര ഫാസ്റ്റ് ആയിട്ടാണ് അവരുടെ ഫണ്ടിന്റെ അകത്ത് ആ ചേഞ്ച് വരുത്തുന്നതും അത് വെച്ചിട്ടുള്ള ആ ഒരു ചേഞ്ചിന്റെ അകത്ത് എന്ത് ചെറിയ വ്യത്യാസമാണ് അവർക്ക് വന്നത് എന്നുള്ളതും ആണെന്ന് ആ ഒരു ട്രാക്കിംഗ് എററിൽ പിന്നെ ട്രാക്കിംഗ് എറർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പൊതുവെ വലിയതായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല, ചെറിയ എന്തെങ്കിലും കാര്യങ്ങളെ ഉണ്ടാവാറുള്ളൂ. ഓക്കെ, ആ ETF എന്ന് പറഞ്ഞ ഒരു ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാൽ മതി. മ്യൂച്വൽ ഫണ്ടിനെക്കാളും എക്സ്പെൻസ് ചാർജസ് ഭയങ്കര കുറവായിരിക്കും. മ്യൂച്വൽ ഫണ്ടിന് കമ്പനിയുടെ ചെലവ് നമ്മളല്ലേ കൊടുക്കുന്നത്, അത്രയൊന്നും ചെലവ് ഉണ്ടാവില്ല ETF-കൾക്ക്. എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത റിട്ടേൺസ് കിട്ടുകയും ചെയ്യും. ഈ SIP ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സാധനം നിഫ്റ്റി ബീസ് ഒക്കെ ആട്ടോ. കാരണം അതെന്താന്ന് വെച്ചാൽ ഏത് കമ്പനി, ഇപ്പൊ റിലയൻസ് അങ്ങ് പൊട്ടിപ്പോയാലും HDFC ബാങ്ക് അങ്ങ് പൊളിഞ്ഞു തകർന്നു പോയാലും ആ കമ്പനീനെ ഒഴിവാക്കിയിട്ട് നിഫ്റ്റി വേറെ ഉണ്ടാക്കി കൊണ്ടുവരും. അതിന്റെ ഒരു വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു 1890 കാലഘട്ടത്തിലൊക്കെ ഏറ്റവും വലിയ IT കമ്പനി ആയിരുന്നു ആര്? IBM എന്ന് പറയുന്ന കമ്പനി. അത് അന്നത്തെ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് ആയിരുന്നു IBM എന്ന് പറഞ്ഞ കമ്പനി. ഇപ്പോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ അകത്ത് IBM എന്ന് പറഞ്ഞ കമ്പനിയുടെ പൊടി പോലും ഇല്ല. ഇപ്പോൾ ഉള്ളത് ആരാ? മെറ്റ, ആപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഡൗ ജോൺസ് മേലോട്ട് തന്നെ പോയി. IBM എന്ന് പറഞ്ഞ കമ്പനി മാത്രമായിരുന്നെങ്കിൽ അത് പൊളിഞ്ഞ് തകർന്നു പോയി. അതിപ്പം എനിക്ക് തോന്നുന്നു IBM ലാസ്റ്റ് ലെനോവോ അങ്ങനെ ആ ചൈന കമ്പനി തന്നെയാണെന്ന് തോന്നുന്നു എടുത്തേക്കുന്നത്. ലെനോവോ മോശം കമ്പനിയാണല്ല ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ അതാണ് അത്രയും വലിയൊരു കമ്പനി ആയിരുന്നു IBM എന്ന് പറഞ്ഞ കമ്പനി. അവർ വരെ താഴെ പോയിട്ടും ഡൗ ജോൺസിന് എന്തെങ്കിലും കുലുക്കുണ്ടോ? IBM-നെ ഒഴിവാക്കി വേറെ ആളെ കൂട്ടി ഡൗ ജോൺസ് മേലോട്ട് യാത്ര തുടങ്ങി അവർ ഇൻഡെക്സിനെ പറ്റി പഠിക്കുമ്പോൾ. അതാണ് ഈ ഇൻഡെക്സ് ഫണ്ടുകളോ അല്ലെ ETF പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു കമ്പനീനെ അങ്ങ് പോക്കി എടുത്ത് കളഞ്ഞു കഴിഞ്ഞാലും അടുത്തൊരു കമ്പനീനെ അവർ ആഡ് ചെയ്തിട്ട് അവരുടെ യാത്ര തുടങ്ങും. പിന്നെ അടുത്തൊരു കാര്യം, പൊതുവെ ഇങ്ങനെയുള്ള സാധനം സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് ഉള്ള വേറൊരു ഏറ്റവും പേടിയാണ് ഇതൊക്കെ പിന്നെ നിഫ്റ്റി അങ്ങ് സീറോയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുള്ള. നിഫ്റ്റി അങ്ങ് സീറോയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമ്മളൊന്ന് അസ്യൂം ചെയ്ത് നോക്കിയാൽ മതി. നിഫ്റ്റി അങ്ങ് സീറോയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളെ രാജ്യം തകർന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. ആ സമയത്ത് നിങ്ങളെ കയ്യിൽ 1000 കോടി രൂപ ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ചിലപ്പോൾ ഒരു ചായ വാങ്ങിക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. പലരും ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ, ഇതങ്ങ് സീറോയിലേക്ക് പോയാൽ എന്ത് സംഭവിക്കുന്നത്? ഒരു കമ്പനി സീറോയിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും ആ ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് പോകും. പക്ഷെ നിഫ്റ്റി എന്ന് പറയുന്ന സാധനം ഒറ്റയടിക്ക് സീറോയിലേക്ക് പോവുക അല്ലെങ്കിൽ തകർന്നങ്ങ് പോവുക എന്നൊന്നും പറയുന്നതൊന്നും പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുന്ന അത്ര ഈസിയോ കാര്യങ്ങളോ അല്ല. അതായത് ആ രാജ്യം കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ മാത്രമേ ആ രാജ്യത്തിന്റെ മേജർ ഇൻഡെക്സ് താഴോട്ട് പോകുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ഇൻഡെക്സുകളും ETF-കളും പറ്റി. അപ്പൊ ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ മെസ്സേജ് ഇടാം. ഡെയിലി നമുക്ക് ബൈ ആൻഡ് സെല് ചെയ്യാം, വാങ്ങിക്കാൻ പറ്റും. അല്ല ഇൻട്രാഡേ ചെയ്യാനാണോ സാർ ഉദ്ദേശിക്കണേ? അതെ, അത് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. അല്ല ചെയ്താല് അതിനകത്ത് ചാർജസ് കൂടുതലായിരിക്കും അല്ലേ? ചാർജസ് കൂടുതലല്ല, പക്ഷെ അതിന് പറ്റിയൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് അല്ല, ഒരു 1000 പീസസ് എടുത്തിട്ട് ബൈ ചെയ്താല് സാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാനൊരു തവണ കുറച്ചെണ്ണം എടുത്ത് ട്രൈ ചെയ്തിട്ട് എനിക്ക് അതിന്റെ ഒരു വലിയൊരു സുഖം തോന്നിയില്ല. അതിൽ നമ്മൾ നിഫ്റ്റി ഫ്യൂച്ചറോ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഓപ്ഷനോ എടുക്കണം. ഓക്കെ. സാറേ, ഈ MCX-ൽ ട്രേഡ് ചെയ്യുമ്പോൾ ചാർജ് കൂടുതലുണ്ടോ? MCX ട്രേഡ് ചെയ്യുന്ന സമയത്ത് ടാക്സ് കാര്യങ്ങൾ കൂടുതലുണ്ടാവും. കാരണം അതിന്റെ കോൺട്രാക്ടിന്റെ വാല്യൂ കൂടുതലാണ്. നിങ്ങൾ ഫ്യൂച്ചർ ചെയ്യുമ്പോൾ, അതായത് ഓപ്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ 5000 രൂപയാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്ന ക്യാപിറ്റൽ എങ്കിൽ, പിന്നെ ക്രൂഡ് ഓയിൽ അല്ലെങ്കിൽ ഒരു സിൽവർ, ഒരു നാച്ചുറൽ ഗ്യാസിന്റെ ഒരു ഫ്യൂച്ചർ മേടിക്കുമ്പോൾ 50,000 രൂപ തൊട്ട് 60,000 രൂപ വരെ വരും. അപ്പൊ നിങ്ങൾക്ക് ഇതിനും 20 രൂപ ആയിരിക്കും ബ്രോക്കറേജ് വരിക, ഇതിന് 20 രൂപയായിരിക്കും ബ്രോക്കറേജ് വരിക. ഇവിടെ ടാക്സ് എല്ലാം കൂടെ 10 രൂപ വരുന്നുള്ളൂ എങ്കിൽ ഇവിടെ ടാക്സ് എല്ലാം കൂടെ ചിലപ്പോൾ ഒരു 20 രൂപ 30 രൂപ വരുന്നുണ്ടാവും. സാറേ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞത് അത് ഫ്യൂച്ചർ മാത്രമല്ല, അതിന് മറ്റേ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇത്ര ഫ്യൂച്ചറിന്റെ അത്ര ചാർജ് ഉണ്ടാവില്ല, ചാർജസ് അത് കമോഡിറ്റിയിൽ വരുന്നതല്ലേ സാറേ? കൊമോഡിറ്റീസിൽ വരുന്നേ. അല്ല സാറേ, ഞാൻ ചോദിക്കുന്നില്ല, ഇപ്പൊ റിലയൻസ് പോലെ അത് സ്റ്റോക്ക് ഫ്യൂച്ചർ അങ്ങനെയില്ല, ഫ്യൂച്ചർ മാത്രമല്ല. സ്റ്റോക്ക് ഇല്ല, ഫ്യൂച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. കൊമോഡിറ്റീസ് ഫ്യൂച്ചേഴ്സ് അല്ലേ MCX-ൽ ഉള്ളത്? MCX ഇൻഡെക്സസ് ആണ് ശരിക്കും അല്ലേ? ഇൻഡെക്സ് അല്ല, അത് ആ കൊമോഡിറ്റീസിന്റെ ഫ്യൂച്ചേഴ്സ്. ഇൻഡെക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻഡെക്സിലാവുമ്പോ കുറെ കൺസ്റ്റിറ്റ്യൂൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗോൾഡ് എന്ന് പറഞ്ഞ അസറ്റിന്റെ മുകളിൽ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഫ്യൂച്ചറാ.
ആ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രൂഡ് ഓയിലിന്റെ പ്രൈസിന്റെ മുകളിൽ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഫ്യൂച്ചറാണ്. ആ പക്ഷെ അതിൽ സ്റ്റോക്ക് വാല്യൂ ഇല്ല ഈ റിലയൻസ് പോലെ. സ്റ്റോക്ക് ഇല്ല ആ ആ അതായത് ആ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് അല്ലെ ഗോൾഡ് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഈ ഫ്യൂച്ചറിന്റെ പ്രൈസിനാണ്. ആ ഓക്കെ. എന്നിട്ട് അതിൽ പോയിട്ട് ഓപ്ഷൻ ചെയ്യാന്ന് മാത്രല്ലേ? അതിൽ ഓപ്ഷൻ ചെയ്യാം. ഓപ്ഷൻ ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി ശ്രദ്ധിക്കണം. ആ ഗോൾഡിലും ക്രൂഡിലൊന്നും ലിക്വിഡിറ്റി വലിയ പ്രശ്നം ഉണ്ടാവില്ല. ബാക്കിയുള്ളതിലേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെഫ്റ്റ് സൈഡിൽ MCX എന്ന് കാണല്ലേ? MCX എന്ന് കാണാം, CMD എന്നോ അങ്ങനെ എന്തെങ്കിലും. ഇവിടെ ഇപ്പം ആഡ് ചെയ്ത പോലെ അല്ലേ? കാണിച്ചു തരാൻ പറ്റും. ഇത് കണ്ടില്ലേ? മെറ്റലില് CMD എന്ന് കാണാം. എല്ലാം CMD അല്ലേ? ആ ഓക്കെ. CMD. ഇനി കോപ്പർ ആണെങ്കിൽ പ്രകൃതി സാർ എന്തോ ചോദിച്ചു, ഞാൻ അതിലേക്ക് കോപ്പറിലൊക്കെ ലിക്വിഡിറ്റി കാണത്തില്ലേ? കോപ്പറില് കോപ്പറിൽ ഫ്യൂച്ചേഴ്സിൽ ഉണ്ടാവും. ഓപ്ഷൻസിന്റെ അകത്ത് ശ്രദ്ധിക്കണം. സാർ എന്തൊരു മിനി പറഞ്ഞില്ലേ? ഏതൊരു മിനി എന്ന് പറഞ്ഞത്? മിനി ഗോൾഡ് മിനിയും ക്രൂഡ് ഓയിൽ മിനിയും ഒക്കെ ഇതാ. ഇത് ക്രൂഡ് ഓയിൽ മിനി, നാച്ചുറൽ ഗ്യാസിന്റെ ഉണ്ട്. ഇതാ ഗോൾഡ് എം എന്ന് പറയുന്ന ഗോൾഡ് മിനി ആണ്. ഗോൾഡ് എന്ന് പറയുന്നത് വെറും ഗോൾഡ് എം എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോ ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആർക്കെങ്കിലും ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ്, യൂട്യൂബ് റെക്കോർഡിങ്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതേപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇനി ഇന്റർവണ്ണിൽ നിങ്ങൾക്ക് അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഇതിന്റെ അകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്കറിയാം നമുക്ക് ഓതറൈസ്ഡ് ഫ്രാഞ്ചൈസി ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ആ ഫ്രാഞ്ചൈസി വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലോ, നിങ്ങളെ നിലവിലെ ഏഞ്ചൽ അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസിന്റെ ആവശ്യമൊക്കെ വരുന്നുണ്ട്, സർവീസിന്റെ ആവശ്യമൊക്കെ ഉണ്ട്, സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അക്കൗണ്ട് ഓപ്പണിങ്ങിന് ചാർജസ് ഒന്നും ഇല്ല, 0 ആണ്. പിന്നെ ബ്രോക്കറേജ് വരുന്നത് സ്റ്റോക്ക് ഡെലിവറി 0യും ബാക്കിയുള്ളതെല്ലാം 20 റുപ്പീസ് പെർ ഓർഡർ ആണ്. ഇൻട്രാഡേ ആണെങ്കിലും FNO ആണെങ്കിലും ഒക്കെ 20 രൂപയാണ് മാക്സിമം വരിക പെർ ഓർഡർ. പിന്നെ കൊമോഡിറ്റീസ് ഒക്കെ ചെയ്യാനാണെങ്കിൽ സിംഗിൾ ഫണ്ട് മാത്രം മതി, സെപ്പറേറ്റ് ഫണ്ടിന്റെ ആവശ്യമില്ല. API സംവിധാനങ്ങൾ ഫ്രീ ആണ്, സെൻസിബിൾ ഫ്രീ ആണ്. പിന്നെ നോർമൽ ഓൺലൈനിൽ എടുക്കുന്ന പോലത്തെ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് അക്കൗണ്ട് എന്നാണ്. പ്ലാറ്റ്ഫോം ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. ഓപ്ഷൻ ഒക്കെ ചെയ്യാനാണെങ്കിൽ ഇൻസ്റ്റാ ട്രേഡ് പോലെയുള്ള ക്വിക്കായിട്ട് നമുക്ക് ഓപ്ഷൻ എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ഫ്രാഞ്ചൈസി വഴി ഓപ്പൺ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സപ്പോർട്ടിന്റെ ആവശ്യം വരുവാണെങ്കിൽ നമുക്കും കൂടെ ഹെൽപ്പ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം പാർട്ട്നേഴ്സിനായിട്ട് സ്പെഷ്യൽ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസീസിനായിട്ട് സ്പെഷ്യൽ ഹെൽപ്പ് ഡെസ്ക് ഏഞ്ചലിന്റെ അകത്തുണ്ട്. ആ ഒരു സർവീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേ നമ്മൾ എല്ലാത്തിനും കസ്റ്റമർ കെയറിൽ വിളിക്കണ്ടേ? കസ്റ്റമർ കെയറിൽ വിളിക്കുവാണെങ്കിൽ ഒന്ന് നമുക്ക് കോള് കിട്ടാത്ത പ്രശ്നം ഉണ്ടാവും, നമുക്ക് ലാംഗ്വേജ് മനസ്സിലാവാത്ത പ്രശ്നം ഉണ്ടാവും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രാഞ്ചൈസിയിൽ ഓപ്പൺ ചെയ്ത അക്കൗണ്ടുകളാണെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് കസ്റ്റമർ എന്തെങ്കിലും ഈ കസ്റ്റമറിന്റെ ഇന്നൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ഏഞ്ചലിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോ അച്യുത് സാർ എന്തോ ചോദിക്കാൻ വന്നിരുന്നു, അതോടെ ചോദിച്ചിട്ട് നമുക്ക് പോവാം. ഫിൻനിഫ്റ്റി ട്രേഡ് ചെയ്യാറുണ്ട്. ഇന്നലെ ആരോ എടുത്തുക്കല്ലോ ഫിൻനിഫ്റ്റിയിലൊക്കെ ട്രേഡ്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് ചെയ്തിട്ടില്ലേ സാർ? ഇത് കണ്ടില്ലേ ഇതുവരെ? ഞാൻ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആരൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇതാ ഫിൻനിഫ്റ്റി ഇവിടെ ആണ്. ലെവലുകൾ ഫിൻനിഫ്റ്റിയുടെ വരച്ചിട്ടിടാറില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് വരയ്ക്കാലോ. ഇതാ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഫിൻനിഫ്റ്റിയുടെ ചാർട്ട്. ഓപ്ഷൻ ചെയിൻ വേണമെങ്കിൽ ഇതാ ഇവിടെ എടുത്ത് നോക്കിയാൽ മതി. എന്നിട്ട് ഏതെങ്കിലും ബൈ ചെയ്യണമെങ്കിൽ ഇവിടെ എടുത്ത് നോക്കിയാൽ മതി. ലോട്ട് സൈസ് 40 ആണ് ഫിൻനിഫ്റ്റിയിൽ വരുന്നത്. കണ്ടോ? നമുക്ക് ട്രേഡ് ചെയ്യാം, എന്താ പ്രശ്നം? എല്ലാം ഓപ്ഷൻ ലെവൽ വരച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആയിട്ടൊന്നും വരക്കില്ലല്ലോ. നമ്മൾ വേണ്ട എന്തെങ്കിലും പഠിക്കാം അല്ലേ? ആകെ മിസ്റ്റേക്ക് ഒന്നും ഇല്ല. നമ്മൾ പഠിച്ചല്ലേ വരച്ചല്ലേ. നമ്മളെ മിഡ് ക്യാപ്പും ചെയ്യാറില്ലായിരുന്നു സർ. മിഡ് ക്യാപ്പ് ഈയിടെ ആഡ് ചെയ്തത്. അതിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പം ഇതിൽ അതേപോലെ ലിക്വിഡിറ്റി വന്നപ്പോൾ നമ്മൾ ആഡ് ചെയ്തത്. ആദ്യം നമ്മൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മാത്രമേ ഉണ്ടായിരുന്നു. ഫിൻനിഫ്റ്റി ചെയ്യാം, സെൻസെക്സ് ചെയ്യാം, ബാങ്ക് എക്സ് ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇതിന്റെ ലോട്ട് സൈസ് കുറയുന്നില്ലേ? അത് നെക്സ്റ്റ് വീക്ക് മുതലാണോ? ഡേറ്റ് എന്നായിരുന്നു? മെയ് 1 എക്സ്പയറി മുതലല്ലേ പറഞ്ഞത്? അതോ മെയ് ലാസ്റ്റോ? 26 മുതൽ വരൂലേ? 26 മെയ് ലാസ്റ്റ് എക്സ്പയറി മുതൽ, മറ്റന്നാൾ മുതൽ. ഈ മാസത്തെ 25ന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം
വരും. അതെ. പക്ഷെ ഇപ്പൊ മിഡ് ക്യാപ്പ് നെക്സ്റ്റ് എക്സ്പയറി മൺഡേ അല്ലേ എക്സ്പയറി, അതിന്റെ അപ്പൊ 75 തന്നെയല്ലേ ലോട്ട് സൈസ്? നെക്സ്റ്റ് മന്ത് മുതലാവും അല്ലെ? അപ്പൊ നെക്സ്റ്റ് മന്തിൽ മുതലായിരിക്കും. ഓ. അതിന്റെ ഇത് ഞാൻ ഇത് എന്താ അതിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. മന്ത്ലി കോൺട്രാക്ട് ആണ് ഈ ആ മന്ത്ലി കോൺട്രാക്ട് മുതലാണെന്ന് തോന്നുന്നു മാറുന്നുണ്ടായിരുന്നത്. ഞാനത് മറന്നു. വീക്കിലി 1 മന്ത് മെയ് 1 മുതലാവും. അതെ അതെ അതെ, ഞാനൊന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാജീവ് സാറിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടി. ഓക്കെ 26-നാണല്ലോ സാർ അതിന്റെ എക്സ്പയറി. 26-ന് നെക്സ്റ്റ് മൺഡേ 29th വരും. അല്ല, ഇത് 29th അല്ലേ വരുന്നത്? അത് 29th. മെയില് ലാസ്റ്റ് എക്സ്പയറി മുതലാണെന്ന് തോന്നുന്നു ലോട്ട് സൈസ് ചേഞ്ച് ആവും. സെക്കൻഡിന്റെ അങ്ങോട്ടല്ലേ? അതെ അതെ അതെ. പിന്നെ വേറെ ഇവിടെ ഓരോ ഇൻഡെക്സ് നമ്മൾ എടുത്താലും സ്റ്റോക്ക് കോമ്പോസിഷൻ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അതാ കണ്ടോ ഈ ഒരു ഏരിയ. ആ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻഡെക്സിലുള്ള എല്ലാ സ്റ്റോക്കുകളുടെയും പിന്നെ ആ ഇൻഡെക്സിലെ കംപ്ലീറ്റ് സ്റ്റോക്കുകളുടെ മൂവ്മെന്റ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമേ. അങ്ങനെ ഒരു സാധനം ഇതിൻ്റെ അകത്തുണ്ട്. സ്റ്റോക്ക് കോമ്പോസിഷൻ അല്ലേ? ആ സ്റ്റോക്ക് കോമ്പോസിഷൻ. ഇത് കണ്ടോ, മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞ എടുത്തപ്പോൾ മിഡ് ക്യാപ്പിന്റെ അകത്തുള്ള സ്റ്റോക്കുകൾ കണ്ടോ? അതെ കണ്ടോ, കോൺഗോർ, കോഫോർജ്, ജൂബിൽ ഫുഡ്, ലൂപ്പിൻ, എംഫസിസ്, MRF എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേജ് ഇൻഡസ്ട്രീസ്, UPL, ഐഡിയ, വോൾട്ടാസ്, ഇങ്ങനെയുള്ള എല്ലാ സാധനവും ഇവിടെ കാണുന്നുണ്ട്. സെൻസെക്സ് ആണെങ്കിൽ എടുത്തതെന്ന് വെച്ചാൽ സെൻസെക്സ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായില്ലേ. ഇതിപ്പോ സെൻസെക്സ് ചാർട്ട് അല്ലേ. സെൻസെക്സിലെ 30 സ്റ്റോക്കുകൾ ഇവിടെ ഉണ്ട്, കണ്ട. അതായത് ഇത് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഈ സ്റ്റോക്കുകളിലൊക്കെ എന്തെങ്കിലും മേജർ മൂവ്മെന്റ്സോ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓക്കെ ആണോ? വേറെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? രഹി സാറെ കേൾക്കാമോ? കേൾക്കാൻ, പറയൂ മാം. സാർ നമ്മളുടെ ട്രേഡിംഗ് വ്യൂ ഇല്ലേ, അത് വേറെ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കേറാൻ പറ്റുന്നില്ല. എന്താ പ്രശ്നം പറയണേ? അത് നമ്മള് എന്താ പറയാ, ഇമെയിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞു വെച്ചാ നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ വരില്ലേ, അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോളംസ് 3 ദിവസമായി സാർ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണോ. ഓക്കെ മാം, ഒരു കാര്യം ചെയ്താൽ മതി, അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് എനിക്കൊന്ന് അയച്ചു തരുമോ? എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ സാർ, ഓക്കെ. ഇനി അതൊന്നും ഇല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. വേറെ ഇതിൽ തുടങ്ങാം. അതല്ല മാം, പിന്നെ ആദ്യം ജിമെയിൽ മാം ലോഗിൻ ചെയ്യാം. മാമിന്റെ ജിമെയിൽ ലോഗിൻ ചെയ്യാം. എന്നിട്ട് ലോഗിൻ വിത്ത് ജിമെയിൽ, സൈൻ ഇൻ വിത്ത് ജിമെയിൽ എന്നുള്ള ഗൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ലോഗിൻ ചെയ്താൽ പോയിക്കോളും. ഒരു ടാബിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ടാബിൽ ജിമെയിൽ എടുത്തു വെക്കുക. അപ്പൊ നമ്മുടെ പേരൊക്കെ ഇവിടെ അങ്ങനെ കാണിക്കുമല്ലോ. എന്നിട്ട് അതിനുശേഷം അടുത്ത ടാബിൽ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്തിട്ട് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ളത് കാണാം, അതാണ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇതിന് വേറെ സ്പെസിഫിക്കേഷൻ ഒന്നും വേണ്ടല്ലോ സാർ, ഇത് ഓപ്പൺ ആവാൻ സിസ്റ്റം സ്പെസിഫിക്കേഷൻസിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ? ഒരു i3 എങ്കിലും ഉണ്ടാവുന്നത് നല്ലതാ. കാരണം ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സാധനങ്ങളാണ്, ട്രേഡിംഗ് വ്യൂ ആണെങ്കിലും നമ്മളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുള്ള സൈറ്റുകളാണെങ്കിലും. കാരണം ടിക്ക് ബൈ ടിക്ക് ഡാറ്റ അപ്ഡേറ്റ് ആണ് ഇതിന്റെ അകത്തൊക്കെ. അതുകൊണ്ട് എന്താ വെച്ചാൽ സിസ്റ്റം റിസോഴ്സസ് അത്യാവശ്യം യൂസ് ചെയ്യും, നെറ്റിന്റെ സ്പീഡും അത്യാവശ്യം ഉണ്ടാവുന്നത് നല്ലതാണ്. സിസ്റ്റം ഒരു i3 ഒരു 8 GB റാം ഒക്കെ ഉള്ളതാണെങ്കിൽ നല്ലത്. മറ്റേലൊന്നും കിട്ടില്ല എന്നല്ല, നമുക്ക് ഹാങ് ആവുകയും സ്റ്റെക്ക് ആവുകയൊക്കെ ചെയ്യാതിരിക്കണമല്ലോ, നമ്മളെ പൈസ വെച്ചിട്ടുള്ള പരിപാടിയല്ലേ. നമുക്ക് 2 എണ്ണത്തിലല്ലേ കാണാക്കൂ അല്ലേ സാറേ? 2 അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കിയാൽ മതി സാർ. അത് ശരിയാ. ഞാൻ 3 ബ്രൗസറിൽ 3 2 അക്കൗണ്ട് നമുക്ക് പിന്നെ ഏഞ്ചലിൽ ചെയ്യാവും. ഏഞ്ചലിലല്ല, ട്രേഡിംഗ് വ്യൂയുടെ കഥയെ പറയണേ. ശരി. ഏഞ്ചലിൽ 2 അക്കൗണ്ട് ചെയ്യാം. ഒന്ന് സാറിന്റെ പേരിൽ ചെയ്യാം, ഒന്ന് നമുക്ക് സാറിന്റെ വൈഫിന്റെ പേരിൽ ചെയ്യാം, എന്നാ മക്കളെ പേരിൽ ചെയ്യാം, അല്ലെ വേറെ ആരെങ്കിലും പേരിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മക്കളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, മോളെ പേര് ചേർന്ന് മോളെ നമ്മൾ അന്ന് ഓപ്പൺ ചെയ്തല്ലോ, ശരിയാ, ഓർക്കുന്നുണ്ട്. മോനിവിടെ സ്ഥലത്തില്ല. മോൻ വരട്ടെ, നമുക്ക് മോന്റെ പേരിൽ ഒരു അക്കൗണ്ട്. പക്ഷെ ട്രേഡിംഗ് വ്യൂ ആണെങ്കിലേ ഞാനിപ്പോ എന്റെ കമ്പ്യൂട്ടർ 3 മോണിറ്ററുള്ള കമ്പ്യൂട്ടറാ. അപ്പൊ ഈ 3 മോണിറ്ററിൽ 3 ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് 3ലും ട്രേഡിംഗ് വ്യൂ ഉണ്ട്. അതിന്റെ 3 മെയിൽ ID വെച്ചിട്ട് ആണെങ്കിൽ ലോഗിൻ ചെയ്യും. അപ്പോ ഈ ഒരു ടാബ് ഇനാക്റ്റീവ് ആയി പോകുന്ന പ്രശ്നം വരുന്നില്ല. ട്രേഡിംഗ് വ്യൂവിൽ ചെയ്യാം അല്ലേ? അതെ, ട്രേഡിംഗ് വ്യൂവിൽ ചെയ്യാം. പിന്നെ ഇതൊക്കെ ഒരു മെയിൽ ID തന്നെ 3 സെറ്റ്, 2 മൊബൈലിലും ഒരു ലാപ്ടോപ്പിലും വർക്ക് ആവുന്നുണ്ട്. വർക്ക് ആവുന്നുണ്ടോ?
പക്ഷെ ഒരേ സമയം ഒന്നല്ലേ ആക്റ്റീവ് ആയിട്ട് നിൽക്കുള്ളൂ, മറ്റേത് അല്ലല്ല. മൾട്ടിപ്പിൾ കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് പ്രശ്നം വരുന്നുണ്ടോ? ഇല്ലല്ല, ഞാൻ 2 മൊബൈലും ലാപ്ടോപ്പും ഉണ്ട്, എല്ലാതും ഒരേപോലെ ഓപ്പൺ ചെയ്യാം. ഏതാ ട്രേഡിംഗ് വ്യൂ അല്ലേ? ആ ട്രേഡിംഗ്. ഓക്കെ 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 ഓക്കെ. ചിലപ്പം പക്ഷെ മൾട്ടിപ്പിൾ വിൻഡോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് കാണിക്കുമല്ലോ, നിങ്ങൾ പ്രീമിയം എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പ്രീമിയം എടുക്കണം അവർ മെയിൽ ഐ ഡി സെയിം മെയിൽ ഐ ഡി ആണല്ലേ? ഒരു 30 സാറേ day ഒരു trial ഒരു കാണിക്കും. സാറേ ഒരു ലാപ്പിലും മൊബൈലിലും നമുക്ക് ട്രേഡിംഗ് ഡയറക്റ്റ് ആയിട്ട് കിട്ടും, പ്രശ്നമില്ല. ആ. പക്ഷെ മൾട്ടിപ്പിൾ ടാബ് എടുക്കുന്ന സമയത്താണ് ഞാൻ ഇന്നലെ സ്ക്രീൻഷോട്ട് ഇന്നലെ സാറ് അയച്ചത്. സ്ക്രീൻഷോട്ട് അയച്ച. അതെ 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 അതെ. അതിനെന്ത് ചെയ്താൽ മതി അറിയോ ഡേവിസ് സാറേ? അപ്പൊ അവര് പറഞ്ഞ പ്രീമിയം പ്രീമിയം എടുക്കാം. അല്ല, ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ബ്രൗസറിന്റെ ഒരു വിൻഡോ, ഒരു ബ്രൗസറും കൂടി ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ബ്രൗസറിൽ ഒരു പുതിയ യൂസർ ഉണ്ടാക്കുക. നമുക്കിപ്പം ഇതിന്റെ അകത്തൊക്കെ മൾട്ടിപ്പിൾ യൂസേഴ്സ് ഉണ്ടാക്കാമല്ലോ. എഡ്ജ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടത് സൈഡിൽ ടോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ, എനിക്ക് ഇവിടെ ഒന്ന് ഇവിടെതാ, രണ്ടാമത്തെ ഇവിടെതാ. അപ്പൊ 2 ബ്രൗസർ, 2 എഡ്ജ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു ഒപ്പേറ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ ഞാൻ ഡിഫറെന്റ് മെയിൽ ഐ ഡി വെച്ചിട്ട് എന്ത് ചെയ്യും, ആ ട്രേഡിംഗ് വ്യൂ അങ്ങനെ ലോഗിൻ ചെയ്ത് വെക്കും. അപ്പൊ പ്രശ്നമില്ല, എനിക്ക് ഒന്ന് അവിടെ നോക്കാം, ഒന്ന് ഇപ്പുറത്ത് നോക്കാം. പിന്നെ സാറ് പറഞ്ഞ രണ്ട് ലാപ്പിൽ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒന്ന് ജിമെയിൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ ഓപ്പൺ ചെയ്യുക സാധാരണ ഉള്ളത്, മറ്റേത് ഗൂഗിൾ അക്കൗണ്ടില്ല. അല്ല, മറ്റേത് വേറെ മെയിൽ ഐ ഡിയിൽ നമുക്ക് ഒന്നും കൂടുതൽ മെയിൽ ഐ ഡി ഉണ്ടാവാറില്ല എല്ലാവർക്കും അല്ലേ? എനിക്ക് 4 മെയിൽ ഐ ഡി ഉണ്ട്. അല്ലെങ്കിൽ ഒരു മെയിൽ ഐ ഡി അതിനായിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. ആ മെയിൽ പിന്നെ എടുത്തൊന്നും നോക്കണമെന്നില്ലല്ലോ. തൽക്കാലം നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 8:10 ആയില്ലേ? ഇത്രയൊക്കെ ടൈം ആയില്ലേ? അപ്പൊ എന്നാ ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ടാസ്ക് ഉള്ള ദിവസമാണ്. ഇന്ന് ടാസ്ക് ഉള്ള ദിവസമാണല്ലേ? അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ടാസ്കിന്. അപ്പൊ ഈ നമ്പറൊക്കെ നോട്ട് ചെയ്യുക. നമ്പർ ഇല്ലാത്തവര്, അക്കൗണ്ട് വേണ്ടവരോ വേറെ ആർക്കെങ്കിലും അക്കൗണ്ട് വേണ്ടവർക്കൊക്കെ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ സംശയം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, റെക്കോർഡിംഗ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. താങ്ക് യു. ഈ ഒരുപാട് കാര്യം പഠിക്കാൻ കിടക്കും. പഠിക്കാനല്ലേ? പഠിക്കാനുള്ള എല്ലാവരും ഇങ്ങോട്ട് വിട്ടോ, നമുക്ക് പഠിപ്പിച്ചു വിട്ട് വിടാം. അല്ല, എനിക്ക് തന്നെ പഠിക്കാൻ കിടക്കുന്നു. ഞാൻ മര്യാദയ്ക്ക് വരായിട്ടല്ലേ? ഒരുപാട് പഠിക്കണ്ട മാം, ഒരുപാട് പഠിച്ച അവസാനം കൺഫ്യൂഷൻ ആവും. ഇപ്പൊ പ്രോഫിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അത്ര പഠിച്ചാൽ മതി. എപ്പോഴും ഇല്ലല്ലോ, വല്ലപ്പോഴും. ഇനിയും ശരിയാവാനുണ്ട് സർ. ഒരുപാട് ശരിയാവുന്നേ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ആണല്ലോ വേണ്ട. അതെ അതെ. താങ്ക് യു സോ മച്ച് സർ. അപ്പൊ ബാക്കി നാളെ കാണാം. താങ്ക് ഗുഡ് യു. ഡേ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.